നമ്മൾ സൈക്കോളജിക്കൽ ഡിസോർഡറിൻ്റെ എട്ടാമത്തെ ഭാഗമാണ് എടുക്കുന്നത്. 4 യൂണിറ്റുകളായിട്ടാണ് ഇതിനെ തിരിച്ചിട്ടുള്ളത്. ഓരോ യൂണിറ്റിന് നമ്മൾ ഈ 2 ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം എടുത്തത്. അതിൻ്റെ ഫൈനൽ ഒരു സ്റ്റേജ്, അതായത് അവസാനം നമ്മളൊന്ന് ക്രോഡീകരിച്ച് ഇതൊരു ശരിക്കും ഒരു റിവിഷൻ പോലെയാണ് ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ 8 യൂണിറ്റിൻ്റെ മുഖ്യമായ ഭാഗങ്ങൾ മാത്രമാണ് പറഞ്ഞു പോവുക. അപ്പം കൂടുതൽ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നിരുന്നാൽ തന്നെ ആവശ്യമുള്ളത് എവിടെയാണോ അവിടെയൊക്കെ നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതാണ്. അപ്പം ആദ്യത്തെ ഭാഗം, വാട്ട് ഈസ് എ സൈക്കോളജിക്കൽ ഡിസോർഡർ, അപ്പം എന്താണ് ഒരു മാനസിക രോഗം എന്ന് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഉണ്ടായിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഈ മാനസിക രോഗം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഇതൊരു ആത്മാവിൻ്റെ അസുഖമാണ്, ആത്മാവ് കൊണ്ടുണ്ടാകുന്ന അസുഖമാണ്. ആദ്യത്തെ തെറ്റിദ്ധാരണ. ഇത് നമുക്ക് സാധാരണ അസുഖം പോലെയല്ല. ഈ അസുഖം വന്നാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ മാറുന്ന പ്രശ്നമില്ല. പിന്നെ ഇതിനെന്തെങ്കിലും മരുന്ന് കഴിക്കേണ്ടി വന്നാൽ ആ മരുന്ന് കഴിക്കുന്നത് മുഴുവൻ സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയെന്നും പാർശ്വഫലങ്ങൾ ഉണ്ടാവുകയെന്നും അതിൻ്റെ ദുരിതങ്ങൾ അവസാനം വരെ അനുഭവിക്കേണ്ടി വരുമെന്ന് മറ്റൊരു തെറ്റിദ്ധാരണ. ഇതിലൊക്കെ ഉപരിയായി നമ്മളെ സമൂഹത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ ഇത് കുടുംബപരമായിട്ട് വരുന്നതാണെന്നും ഈ രോഗം വന്നാൽ അടുത്ത തലമുറയിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കും എന്നുള്ള തെറ്റിദ്ധാരണകളുണ്ട്. എന്നാൽ അതൊന്നുമല്ല. സാധാരണ എല്ലാ അസുഖങ്ങളെയും പോലെ തന്നെ ഉള്ള ഒരു അസുഖമാണ് ഈ മാനസിക രോഗം എന്ന് പറയുന്നത്. ഇത് ഏത് പ്രായക്കാർക്കും, ഏത് രാജ്യത്തും, ഏത് വ്യക്തികൾക്കും, ഏത് ജെൻഡറിനും, സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ഇത് വരാം. കൊച്ചുകുട്ടികൾ മുതൽ പ്രായാധിക്യം വരുന്ന ആൾക്കാർക്ക് വരെ നമുക്ക് ഈ മാനസിക രോഗങ്ങൾ വരാം. അപ്പം ഏത് പ്രായക്കാർക്കും ചെയ്യാം, ഏത് സമയത്തും ചെയ്യാം, സ്ത്രീക്കോ പുരുഷനോ ഭേദമില്ലാതെ ആർക്കും ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സംഗതി, ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പിന്നെ ഒരു സന്ദേഹം എല്ലാവർക്കും ഉള്ളത്, സംശയം എല്ലാവർക്കും ഉള്ളത്. മാനസിക രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കുന്നതിന് പകരമായിട്ട് മന്ത്രവാദികളെയോ ജ്യോത്സ്യന്മാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ആൾക്കാരെ കാണുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇത് രോഗമാണെന്ന് അംഗീകരിക്കുന്നില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാവർക്കും വരാവുന്ന, ആർക്കും വരാവുന്ന സാധാരണ ഒരു അസുഖം പോലെ ഉള്ളതാണ്. ഇത് വരുമ്പോൾ എന്താണെന്ന് ഈ ഒരാളുടെ ചിന്തകളിൽ, അല്ലെങ്കിൽ അയാളുടെ വികാരത്തിൽ, അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കണ്ടുപിടിക്കാൻ വലിയ പാടും വരുന്നത്. മറ്റുള്ള രോഗങ്ങളെ പോലെ പെട്ടെന്ന് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടോ ഒരു മാനസിക രോഗത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു വ്യത്യാസം വന്ന് ന്യൂറോൺസിനെ കണ്ടുപിടിക്കുക, തലച്ചോറിനകത്തുള്ള ന്യൂറോൺസിനെ കണ്ടുപിടിക്കുമ്പോൾ ന്യൂറോൺസിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, ന്യൂറോൺസിനെ ബാധിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പം ആ ഒരു വ്യത്യാസം. ഈ ഹിപ്പോക്രറ്റ്സിൻ്റെ കാലഘട്ടത്തിലാണ് മനുഷ്യൻ്റെ പെരുമാറ്റം എന്നത് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുവരെ ഇതിനെ അങ്ങനെയല്ല, ആത്മാവാണ്, നക്ഷത്രങ്ങളുടെ പകർച്ച കൊണ്ടാണ്, അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ടാണ് എന്നുള്ള ചിന്താഗതിയായിരുന്നു. അങ്ങനെയാണ് ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ഉണ്ടായത്. അതായത് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് കൂടോത്രം, മന്ത്രവാദം, അങ്ങനെയുള്ള സംഗതിയാണ് ബ്ലാക്ക് മാജിക് ഉണ്ടായത്. അപ്പം അതിനും ഒരു ചെറിയ കഥ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 2 രീതിയിലുള്ള മാജിക് ആയിട്ട്, ഒന്ന് ബ്ലാക്ക് മാജിക്, ഒന്ന് വൈറ്റ് മാജിക്. ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷുദ്രപ്രയോഗങ്ങൾ. വൈറ്റ് മാജിക് എന്ന് പറഞ്ഞാൽ അമ്പലങ്ങൾ, പള്ളികൾ, അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം പണ്ട് കാലം മുതൽ, അതായത് എന്ന് ഉണ്ടായ ചരിത്ര കാലം മുതൽ തന്നെ ഈ മാനസിക രോഗം അവിടെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ അന്നത്തെ ചികിത്സാ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ഒന്നുകിൽ പൂട്ടിയിടുക, പിന്നെ ക്രിമിനൽസിനെയും, അതായത് കുറ്റവാളികളെയും, അതുപോലെ തന്നെ മാനസിക രോഗികളെയും പൂട്ടിയിടുക അല്ലെങ്കിൽ ജയിലിലടയ്ക്കുക എന്നൊരു സ്വഭാവം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇവരെ ചങ്ങലക്കിടുക, ലാമത്തിലിടുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് ഈ മാനസിക രോഗം എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് പേടി വന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പുരാതന കാലം മുതൽ തന്നെ, ഇത് ബിബ്ലിക്കൽ ഏരിയ മുതൽ, നമുക്കറിയാവുന്ന 2023 ബിബ്ലിക്കൽ, അത് ബൈബിളിൻ്റെ കാലം മുതലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങുന്നത്. അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലുള്ള മഹാഭാരതം, രാമായണം എന്നുള്ള അതിനകത്ത് തന്നെ മാനസിക രോഗങ്ങളെക്കുറിച്ചും അപസ്മാരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് മാനസിക രോഗത്തിൻ്റെ ഇതിൽ പെടുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഒരാൾക്കൊരു മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ചിന്താഗതികൾ, അയാളുടെ വികാരത്തെ അല്ലെങ്കിൽ ബിഹേവിയറൽ ഫങ്ഷനെ ബാധിക്കുമ്പോഴാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒരാൾ കരഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നു. അയാൾ കാഴ്ചയില്ല,
ഒരു പെർസീവ് ചെയ്യുന്നു, ഒരു സാധനം കാണുമ്പോൾ പറയുകയാണ് അത് തെറ്റായിട്ട് കാണുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് കേൾക്കുന്നു, അല്ലെങ്കിൽ എനിക്കത് കാണാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് മാനസിക രോഗമായിട്ട് വരും. ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമാണുള്ളത്. പിന്നെ ബിഹേവിയർ വയലൻ്റ് ഒക്കെ ആകാം. അപ്പം സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുന്നത് ആർക്കും സംഭവിക്കാം, ഏത് കാലഘട്ടത്തിലും സംഭവിക്കാം, ഏത് പ്രായക്കാർക്കും സംഭവിക്കാം, ഏത് ജെൻഡറിനും സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും സംഭവിക്കാം. ഇത് അവരുടെ ചിന്താഗതിയിലോ വൈകാരികമോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലോ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഇമ്പയർമെന്റ് ഫങ്ഷൻ ചെയ്യുക, അതായത് പെരുമാറ്റവും നമ്മുടെ ചിന്താഗതിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ ചെയ്യുന്നതുമായിട്ട് പ്രവൃത്തികൾ നമ്മളുണ്ടാകുക. ആൻഡ് ഇത് കൾച്ചറലി എക്സ്പെക്റ്റഡ്. അത് എന്താണോ ഒരു സമൂഹം അംഗീകരിക്കപ്പെടാതെ പറ്റുന്ന എന്താണോ അതിനെ നമ്മൾ മാനസികമായിട്ട്, സമൂഹം അംഗീകരിക്കപ്പെടാത്ത എന്ത് പ്രവൃത്തികളാണെങ്കിലും അതിനെ നമ്മൾ മാനസിക രോഗമായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ സമൂഹത്തിൻ്റെ നിയമങ്ങളെ തെറ്റിദ്ധരിക്കുക, അതാണ് ഡീവിയേഷൻ ബിഹേവിയർ എന്നൊക്കെ പറയുക. അപ്പോൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാത്ത, അല്ലെങ്കിൽ അച്ഛനെ അമ്മയോടും തിരിച്ചു പറയുക, അതെന്ന് പറയുന്നത് ODD, ഓപ്പോസിഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നു. അല്ലെങ്കിൽ ഒരു ആൾ വയലൻ്റ് ആകുക, കുട്ടി വയലൻ്റ് ആകുക, അതിനകത്ത് കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ വയലേഷൻ ഓഫ് സോഷ്യൽ നോംസ്, സമൂഹത്തിന് അംഗീകരിക്കപ്പെടാത്ത സംഗതികൾ ചെയ്യുമ്പോഴാണ് അതിനെ മാനസിക രോഗമായിട്ട് കാണുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്? അത് നെസസറി, ചിലപ്പോൾ ചില കാര്യങ്ങൾ ആവശ്യമുള്ളത് കൊണ്ടുണ്ടാകാം, ചിലപ്പോൾ കൂടുതൽ സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുക, സഫിഷ്യൻ്റ് ആയിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം, കോൺട്രിബ്യൂട്ടറി ഫാക്ടർ. ഈ 3 കാര്യങ്ങളാണ്. എന്തെങ്കിലും രോഗം വരാനുള്ള കാരണങ്ങളുണ്ടാകാം, അതിന് തക്കതായ സാഹചര്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വേറെ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടത് ഉണ്ടാകാം. അപ്പം അബ്നോർമൽ ബിഹേവിയറിന് സാധാരണ കാരണങ്ങൾ കാണുന്ന ഇതൊക്കെയാണ്. എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? എങ്ങനെയാണ് ഒരു മാനസിക രോഗത്തെ നമ്മൾ കണ്ടുപിടിക്കുക? ആ മാനസിക രോഗത്തെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ആണ്. സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ആദ്യമായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ മെത്തേഡാണ്. ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖാമുഖം നമ്മൾ നടത്തുന്ന സംഗതി. ആ മുഖാമുഖം എന്ന് പറഞ്ഞാൽ രോഗികളായിട്ട് മാത്രമാകണമെന്നില്ല, അവരുടെ ബന്ധുക്കളുമായിട്ടുള്ളതാകാം. അപ്പം ഒരാളുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് അയാളുടെ ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞു തരുന്നതാകാം, അല്ല മകൻ്റെ പെരുമാറ്റങ്ങൾ അച്ഛനും അമ്മയും നമ്മളോട് പറഞ്ഞു തരുന്നതാകാം, അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അവരോട് തന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നതാകാം. അപ്പോൾ അതാണ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ. ഈ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ ആ സാഹചര്യത്തിൽ നമ്മൾ കേട്ട് പറയുന്നതാണ്. ക്ലിനിക്കലായിട്ടുള്ള ഇൻ്റർവ്യൂകൾ നടത്തുക, അതായത് ഏതെങ്കിലും സെറ്റപ്പിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റാണ് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ. രണ്ട് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷെ ഒന്ന് ക്ലിനിക്കൽ സെറ്റപ്പിൽ നടത്തുന്നതായിരിക്കും, ഒന്ന് ജനറലായിട്ട് നടത്തുന്ന അഭിമുഖമായിരിക്കാം. പിന്നെ ധാരാളം സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഇതുണ്ട് അസസ്മെന്റ് നടത്താൻ. ഇപ്പം ഡിപ്രഷൻ, ഡിപ്രസീവ് ഇൻ്റർവെൻഷൻ ഉണ്ടാകും, റോഷാഗ് ടെസ്റ്റുകൾ ഉണ്ടാകും, പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ ഉണ്ടാകും, ഇൻ്റലിജൻ ടെസ്റ്റുകൾ ഉണ്ടാകാം. അങ്ങനെ ധാരാളം സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നമുക്ക് നടക്കുന്നുണ്ട്. വിഷാദത്തെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളുണ്ട്, ഉത്കണ്ഠയെ കണ്ടുപിടിക്കാനായിട്ടുള്ള ടെസ്റ്റുകളുണ്ട്, പേഴ്സണാലിറ്റി വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാനുള്ള ധാരാളം സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ കാണിക്കുന്നത് ഒബ്സർവിങ് ബിഹേവിയറിനെ നമ്മൾ കണ്ടു മനസ്സിലാക്കുക. അയാളുടെ പെരുമാറ്റത്തിൽ എന്തോ പെരുമാറ്റ ദൂഷ്യമുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ എന്തെങ്കിലും നമ്മൾ നോംസിന്, സോഷ്യൽ നിയമത്തിന്, സമൂഹത്തിന് നിയമത്തിന് അനുസരിച്ച് പെരുമാറാതിരിക്കുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ. അപ്പം ഇൻ്റർവ്യൂ, ക്ലിനിക്കൽ ഇൻ്റർവ്യൂ, സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഒബ്സർവിങ് ബിഹേവിയർ, ദെൻ ബയോളജിക്കൽ അസസ്മെൻറ്റ്. ഏതെങ്കിലും ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടായിട്ടുള്ള സംഗതികളാണോ എന്നുള്ളത് നമ്മൾ നോക്കുക. പിന്നെ ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റുകളാണുള്ളത്. അപ്പം ബയോളജിക്കൽ ടെസ്റ്റുകൾ നമ്മളിപ്പോൾ ധാരാളം നടത്താറുണ്ട്. കാരണം എക്സാമ്പിൾ തൈറോയിഡിന് വല്ല പ്രശ്നങ്ങളുണ്ടോ, വൈറ്റമിൻ ഡിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അല്ലെങ്കിൽ പ്രായമാകുന്ന ആൾക്കാർക്ക് പൊട്ടാസ്യം, സോഡിയത്തിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് ബയോളജിക്കൽ അസസ്മെൻറ്റ്. പിന്നെ കൂടാതെ സ്കാന്, ഇപ്പം ബ്രെയിൻ സ്കാന്, ഇങ്ങനെയുള്ള സ്കാനുകളൊക്കെ നടത്താറുണ്ട്. പിന്നെ EEG പോലുള്ള ടെസ്റ്റുകൾ നമ്മൾ നടത്താറുണ്ട്. അപ്പം ബയോളജിക്കൽ അസസ്മെൻ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് അസസ്മെൻ്റ് ഉണ്ടാകാം. ഇത്രയും കാര്യങ്ങളാണ് സൈക്കോളജിക്കൽ സാധാരണഗതിയിൽ അസസ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ സാധാരണ നമ്മൾ കാണുന്ന രോഗങ്ങളിൽ, നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന രോഗങ്ങളുള്ള ആങ്സൈറ്റി, ഫിയർ ആൻഡ് പാനിക് അറ്റാക്കാണ്. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠയാണ്. അപ്പോൾ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ ഫിയർ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഉണ്ടാകും. ഫിയർ എന്ന് പറയുന്ന പേടി. എപ്പോഴും ഈ ഉത്കണ്ഠയും പേടിയും തമ്മിൽ വ്യത്യാസമാണ്. പേടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ്.
എന്തെങ്കിലും അവിടെ ഉണ്ടാകണം, ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ നമുക്ക് തോന്നണം. അതിൻ്റെ ആ റിയൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. ഇപ്പോൾ ഒരു പാമ്പിനെ കണ്ട് പേടിയാണ്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കും, വണ്ടിക്കകത്തിരിക്കുമ്പോൾ വണ്ടി ഇടിക്കുമോ എന്നുള്ള പേടിയാണ്. വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ വണ്ടിക്കകത്തിരിക്കുമ്പോൾ അതാണ് നമ്മൾ ആ പ്രസൻസ് ഓഫ് റിയൽ ഡേഞ്ചർ, അപകടമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് അതിന് പേടി എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നത് ഐ ആം അഫ്രൈഡ്, കോഗ്നിറ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ആണ്. കാരണം അതിനകത്ത് ആദ്യം വരുന്നത് ഐ ആം ഫിയർ, ഐ ഹാവ് അഫ്രൈഡ്, ഞാൻ അതിനെക്കുറിച്ച് പേടിക്കുന്നു, ഏതാ ഉള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പേടിക്കുന്നു. വണ്ടി ഓടിക്കുന്നു, ഓവർ സ്പീഡ് വരുമ്പോൾ അത് അപകടം ഉണ്ടാകുമെന്ന് പേടിക്കുന്നു. പാമ്പിനെ മുമ്പിൽ കാണുന്നു, പാമ്പ് നമ്മളെ കുത്തുമെന്ന് പേടിക്കുന്നു. നായ്ക്കളെ കാണുന്നു, നായി നമ്മളെ കടിക്കുമെന്ന് പേടിക്കുന്നു. അപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാകണം, ദെൻ അത് പറയുന്നത് സൈക്കോളജിക്കൽ. അപ്പോൾ ഇംഗ്ലീഷ് ഹാർട്ട് അറ്റാക്ക്, അപ്പോൾ ഇത് വരുമ്പോൾ ആദ്യം ഐ ആം അഫ്രൈഡ് എന്ന് പറയുന്നത്, ഞാൻ പേടിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ ഹാർട്ട് റേറ്റ് കൂടുക, അതല്ലെങ്കിൽ ഫാസ്റ്റ് ആകുക, ആൻഡ് ഹെവി ബ്രീത്തിങ്, ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുക. ഇതാണ് ഫിസിയോളജിക്കൽ. ബിഹേവിയറിസ്റ്റ് ആർ ടു എസ്കേപ്പ് ഫ്രം ദ സിറ്റുവേഷൻ, അവിടുന്ന് ഓടി മറയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ശ്രമം നടത്തുക. അപ്പോൾ പേടി എന്ന് പറയുന്നത് ഒരു റിയൽ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴുള്ളതാണ്, ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് പേടി എന്ന് പറയുന്നുണ്ടാകുന്നത്. പേടി ഉണ്ടാകുമ്പോൾ ആദ്യത്തെ അവരുടെ നമ്മുടെ പ്രതികരണം എനിക്ക് പേടിയുണ്ട് എന്ന് പറയും, ഐ ആം അഫ്രൈഡ്, ഞാൻ പേടിയുണ്ടെന്ന് പറയുന്നു. പിന്നെ ഫിസിയോളജിക്കലി ശാരീരികമായ ചേഞ്ചസ് ഉണ്ടാകുന്നു. കൂടുതൽ നമ്മൾ ഹാർട്ട് റേറ്റ് കൂടുക, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടുക, അല്ലെങ്കിൽ ഫാസ്റ്റ് ആകുക, പെട്ടെന്ന് ഹൃദയമിടിപ്പ് ഉണ്ടാകുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് സ്പീഡിലാകുക, ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുക. പിന്നെ അത് സ്ട്രോങ് അർജ് ടു എസ്കേപ്പ് ഫ്രം, ഓടി രക്ഷപ്പെടാനുള്ള ഒരു തോന്നലാണ്, ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ളതാണ്. ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അത് ഏതെങ്കിലും ഒരു സംഗതിയെക്കുറിച്ച് എബോട്ട്, ഇത് ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ത്രെട്ട് ഉണ്ടാകുമെന്നുള്ളതിനെ കുറിച്ചുള്ള പേടിയാണ്. ഇത് പ്രീ ഒക്യുപ്പേഷനാണ്. ആ സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടാകണമെന്നില്ല, ഉണ്ടാകാൽ ഇങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നതാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബേസിക് കയറുമ്പം അപകടം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നു, ബേസിക് കയറിയാൽ അപകടം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം. പാമ്പ് വന്ന് എന്നെ കുത്തുമെന്നുള്ള ഒരു ഇത്, അല്ല നായ എന്നെ കടിക്കും, നായ ഇവിടെ ഉണ്ടാകണമെന്നില്ല. അപ്പം ഇല്ലാത്തൊരു സംഗതിയെക്കുറിച്ച് നമ്മൾ ആ സാഹചര്യം അപകടകരമായും, അല്ലെങ്കിൽ അതെനിക്ക് എന്തെങ്കിലും ഒരു ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു പ്രശ്നം ബുദ്ധിമുട്ടുണ്ടാകും എന്ന് നമ്മൾ നിർവചിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരവസരമാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇപ്പം ആങ്സൈറ്റിക്ക് വരുമ്പം ഈ ഫ്ലൈറ്റ് ഓഫ് ഫൈറ്റ് ഐഡിയാസ് ആണ് ഉണ്ടാകുന്നത്. ആ ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സാധനത്തെ നമ്മൾ കാണണമെന്നില്ല, പക്ഷെ അതിൽ നിന്ന് ഒഴിവാകാനുള്ള ശ്രമമായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ സാഹചര്യത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുക, അതാണ് ഫിസിയോളജി. കൂടുതലും അവോയ്ഡ് ചെയ്ത് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനെ കാണാനല്ലെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു തോന്നലാണ് ഉണ്ടാകുന്നത്. മറ്റേത് സാഹചര്യം ഒഴിവാക്കുകയാണ്, അല്ല സാഹചര്യത്തിൽ നിന്ന് മാറി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാൻ. ഇവിടെയല്ല, ആ സാഹചര്യം തന്നെ അങ്ങോട്ട് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് ആങ്സൈറ്റിയിൽ ഉണ്ടാകുന്നത്. ഫോബിയ എന്ന് പറയുന്നത് ചിലപ്പം ഉണ്ടാകാം, ആ സാഹചര്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. സാധാരണ ഈ ഫോബിയ അതുണ്ടാകാം. എനിക്ക് ലിഫ്റ്റ് ഉള്ളപ്പോൾ ലിഫ്റ്റ് കയറാനായിട്ടുള്ള പേടി, ലിഫ്റ്റ് കയറി എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നത്, ദാറ്റ് ഈസ് ഫോബിയ. ഉയരങ്ങളിലേക്ക് കയറുമ്പം ഉയരങ്ങളിലേക്ക് കയറുകയാണുള്ള, അത് നമ്മളൊരു സാഹചര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ ഉണ്ടാകുമെന്നുള്ള തോന്നലാണ് ഈ ഫോബിയ എന്ന് പറയുന്നത്. ഒരു മുറി അടച്ച മുറിയിൽ വരുമ്പോഴാണ് ഫോബിയ, അല്ല മുറി കയറുന്നതിന് കുഴപ്പമില്ല, മുറി അടയ്ക്കുമ്പോഴാണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു ആക്ച്വൽ സിറ്റുവേഷൻ ഉണ്ടാകണം, അത് പേടി തന്നെയാണ് ആക്ച്വൽ സിറ്റുവേഷൻ ഉണ്ടാകുക. ആ ആക്ച്വൽ സിറ്റുവേഷൻ കൊണ്ടുണ്ടാകുന്നത് നമ്മുടെ ആഫ്റ്ററാണ്. മറ്റതങ്ങനെയല്ല, പാമ്പിനെ കണ്ടുകൊണ്ടുള്ള പേടിയാണ്. ഇതങ്ങനെയല്ല, മുറിയിൽക്കകത്ത് കയറി, മുറി കയറുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മുറി അടച്ചിട്ടാൽ ആ സിറ്റുവേഷൻ ആക്ച്വൽ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ്. ഉയരങ്ങൾ കാണുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ആ ഉയരങ്ങളിലേക്ക് കയറിയാൻ ശ്രമിക്കുമ്പോഴത്തേക്കുള്ളതാണ്. അപ്പം ആ ഫോബിയയും ഫിയറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളാം. ഇത് സ്പെസിഫിക് ഫോബിയ ഉണ്ട്, അത് പ്രീവിയസ്ലി നോൺ സിമ്പിൾ ഫോബിയ. സ്പെസിഫിക് ഫോബിയ ഏതെങ്കിലും പർട്ടിക്കുലർ സംഗതിയോടുള്ളതാണ് സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്നത്. ഓ സോഷ്യൽ ഫോബിയ, സാമൂഹികമായിട്ട് കാര്യങ്ങളിലേക്ക്, അതായത് ആൾക്കാർ കൂടി നിൽക്കുമ്പം അവരെ ഫേസ് ചെയ്യാനായിട്ടുള്ള മടി. ദെൻ അഗ്രോഫോബിയ, ഫിയർ ഓഫ് ക്രൗഡഡ് പ്ലേസസ്, ആൾക്കാർ കൂടി നിൽക്കുമ്പം മറ്റേ സമൂഹത്തിലേക്ക് ചേരാനുള്ളവർ, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സംഗതികളിലേക്കുള്ള നമ്മളെ പേടി, അല്ലെങ്കിൽ ആൾക്കാർ കൂടി നിൽക്കുന്നു. ദറ്റ് ഈസ് അഗോരാഫോബിയ എന്ന് പറയുന്നത് അതാണ്. അപ്പം 3 തരത്തിലുള്ളതാണ് സാധാരണ നമ്മൾ ഫോബിയ തിരിച്ചിരുന്നത്. അപ്പം ഫോബിയ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞു ഫിയർ, ആങ്സൈറ്റി,
ദെൻ ഫോബിയ, ദെൻ പാനിക് അറ്റാക്ക്. ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന സിൻഡം അബ്രപ്റ്റ്ലി പെട്ടെന്നുണ്ടാകുന്നു. ആ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഒരു കുറച്ച് സെക്കൻഡ് കൊണ്ട് വിത്തിൻ 10 minutes to 20 minutes ലാസ്റ്റ് ചെയ്യുള്ളൂ. അത് പെട്ടെന്നൊരു അറ്റാക്ക് ആയിരിക്കും. അത് ആ സിംറ്റം അബ്രപ്റ്റ്ലി പെട്ടെന്നാണ് ഉണ്ടാകുന്നത്. പെട്ടെന്നാണ് ചിലപ്പോൾ അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. അത് 1 മണിക്കൂർ കൂടുതൽ സാധാരണ നിൽക്കുക, 1 മണിക്കൂറിനുള്ളിൽ പോവുകയും ചെയ്യും. ഒരു 10-30 മിനിറ്റിനുള്ളിൽ അത് ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. 10 സബ്സൈഡ് വിത്തിൻ 30 minutes. പക്ഷേ ലാസ്റ്റ് മോർ ദാൻ റെയർലി 1 മണിക്കൂർ കൂടുതൽ നിൽക്കുന്ന പാനിക് അറ്റാക്സ് ഒന്നും കാണാനില്ല. ഈ പാനിക് അറ്റാക്കിൻ്റെ ഒരു പ്രത്യേകത തന്നെ ആങ്സൈറ്റി പോലെ തന്നെയാണ്. പക്ഷെ അത് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാകുക, അബ്രപ്റ്റ്ലിയാണ്. നമ്മൾ അപ്രതീക്ഷിതമാണ് ഒരു സംഗതി ഉണ്ടായ ഉടനെ ഉണ്ടാകുക. ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു 20 മിനിറ്റിനുള്ളിൽ 10 മിനിറ്റ് മുതൽ 10 മിനിറ്റിൽ ഇൻറ്റൻസിറ്റി 10 മിനിറ്റ് കൂടും. അത് പതുക്കെ 20 മിനിറ്റിന് 30 മിനിറ്റിനുള്ളിൽ അത് സാധാരണഗതി തീരും. ചിലത് മാത്രം 1 മണിക്കൂർ കൂടുതൽ നിൽക്കാറുണ്ട്. അപ്പോൾ പാനിക് അറ്റാക്ക് പെട്ടെന്നുണ്ടാകുന്നതാണ്, അബ്രപ്റ്റ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് ആങ്സൈറ്റി തന്നെയാണ്, ആങ്സൈറ്റി പോലത്തെ സിംറ്റം തന്നെയാണ് കാണിക്കുന്നത്, പക്ഷേ പെട്ടെന്ന് അത് ഉണ്ടാകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ആദ്യം മനസ്സിലാക്കിയോളൂ, നമ്മൾ പഠിക്കുക വന്നത് എന്താണ് മനസ്സ് രോഗം, അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. അത് നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ, ആങ്സൈറ്റി, പേടി എന്താണ്, ഫോബിയ എന്താണ്, ഉത്കണ്ഠ എന്താണ്, പാനിക് അറ്റാക്ക്. നമ്മളെപ്പോഴും പറയും പാനിക് അറ്റാക്ക് എന്ന് പറയാറുള്ളത്. അതുകൊണ്ടാണ് ഈ പാനിക് അറ്റാക്കിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആങ്സൈറ്റിയും പാനിക് അറ്റാക്കും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കണം. പിന്നെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഇത് കൂടെ എല്ലാവരും പറയുന്നതാണ്. എനിക്ക് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉണ്ട് എന്ന്. ഇത് സാധാരണ ഇപ്പോൾ പറയുന്നത് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഒബ്സഷൻ ഉണ്ടാകാം. ഒബ്സഷൻ എല്ലാവർക്കും ഉണ്ടാകും. വീട് പൂട്ടിയോ എന്ന് നമുക്ക് ചിന്തിക്കുന്നത് ഒരു ഒബ്സഷനാണ്. പക്ഷെ അത് കമ്പൾഷൻ ആകുമ്പം അത് പൂട്ടിയോ എന്നുള്ള പേടി വരിക, തിരിച്ചു പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് അത് ഉറപ്പ് വരുത്തുക. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടത് കമ്പൾഷനൂടെ ഉണ്ടാകുക. ഒബ്സഷൻ എല്ലാവർക്കും ഉണ്ടാകുന്നത് വീടടച്ചെന്ന് പിന്നെ നോക്കുന്നുണ്ടാകും. കൈ ചിലപ്പോൾ 1-2 പ്രാവശ്യം കഴുകിയത് കൊണ്ട് കൈ കഴുകുന്നുണ്ടാകും. പക്ഷെ കൈ കഴുകണം എന്നുള്ള കമ്പൾഷൻ ആകും. അതായത് 4 പ്രാവശ്യം കൈ കഴുകണം, അല്ല 5 പ്രാവശ്യം കൈ കഴുകണം, അല്ലെ ഇന്നതൊരു അത്ര റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾ കമ്പൾഷൻ. അപ്പോഴാണ് OCD, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഒബ്സഷൻ എന്ന് പറയുന്ന മാത്രം രോഗം നമ്മൾ എടുക്കാറില്ല, കമ്പൾഷൻ എന്ന് പറയുന്നത് മാത്രമേ, രണ്ടുകൂടെ ഒരുമിച്ച് വരുമ്പോഴേ ഉണ്ടാവുള്ളൂ. ദ ഹോർഡിംഗ് ഡിസോർഡർ, കാരണം എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഹോർഡിംഗ് ഡിസോർഡർ, എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ആ ഉപയോഗിച്ച സാധനത്തെ നമുക്ക് വേർപെടാനായിട്ട് അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനായിട്ട് നമുക്കൊരു മടി തോന്നുക. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു, മൊബൈൽ ഫോൺ കുറേ നാൾ ഉപയോഗിച്ചു, അത് കേടായി, നമുക്കത് മാറണമെന്ന് വെച്ചാൽ, പക്ഷേ അത് മാറാൻ ആവശ്യമില്ലെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുക, അത് കളയില്ല, വേറെ വാങ്ങിക്കും. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് തീർന്ന ഒരു സാധനമുണ്ട്. എനിക്കറിയാവുന്നൊരു പേഷ്യൻ്റ് ഉണ്ട്, പുള്ളിയുടെ കൂടുതലും ഹോർഡിംഗ് ഡിസോർഡർ ചെരുപ്പുകളോടാണ്. ചെരുപ്പ് പുതിയത് വാങ്ങിച്ചാലും പഴയത് ഇങ്ങനെ ഇട്ടിട്ട് തേഞ്ഞ് ഒന്നും അല്ലാതാകുന്നത്, എന്നാലും അതിൻ്റെ ബാക്കി ഭാഗം എടുത്ത് സൂക്ഷിച്ചു വെക്കും. അപ്പം ഇറ്റ്സ് കോൾഡ് ഹോർഡിംഗ് ഡിസോർഡർ. ദെൻ എക്സോഷൻ ഓർ സ്കിൻ പിക്കിംഗ് ഡിസോർഡർ. എന്തെങ്കിലും ഉണ്ട് എന്നോർത്തുകൊണ്ട് നമ്മളതിനെ പിച്ചിപ്പറിക്കുക അല്ലെങ്കിൽ പറിച്ചുകൊണ്ടിരിക്കുക. ദെൻ അടുത്തത് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. എൻ്റെ ശരീരം ഒന്നിനും കൊള്ളുകയില്ല, അല്ലെ എന്നെ കാണാൻ കൊള്ളുകയില്ല, എൻ്റെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ശരീരം നല്ലതല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് രോഗമുള്ളതുകൊണ്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ശരീരത്തെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഈ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. പിന്നെ അടുത്തത് കമ്പൾസീവ് ഹെയർ പുള്ളിങ് ആണ്. കൂടെ ചെയ്യുന്ന മുടി പറിച്ച് കളയുക. ഇത് സാധാരണ ഇത് നമ്മൾ കുട്ടികളിലാണ് കാണുന്നത്, വലിയ ഇത് അധികം കാണാറില്ല, സാധാരണ കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത്. അപ്പം മെയിനായിട്ട് 4 തരത്തിലുള്ള ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഹോർഡിംഗ് ഡിസോർഡർ, എസ്കോർഗേഷൻ ഡിസോർഡർ, ബോഡി ഡിസ്മോർഫിക് ആൻഡ് ക്ലോമാനിയ എന്ന് പറയുന്നത്, അത് കമ്പൾസീവ് ഹെയർ പുള്ളിങ് ആണ്. ദെൻ മൂഡ് ഡിസോർഡേഴ്സ്. ഈ മൂഡ് ഡിസോർഡേഴ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മൂഡ് ഡിസോർഡേഴ്സ് 2 തരത്തിലുള്ളതാണ്. മൂഡ് ഡിസോർഡർ 1 മൂഡ് ഡിസോർഡർ 2. മൂഡ് ഡിസോർഡർ 1, ദാറ്റ് ഈസ് യൂണിപോളർ മൂഡ് ഡിസോർഡർ, എ പേഴ്സൺ എക്സ്പീരിയൻസ് എക്സ്ട്രാordinary സാഡ്നസ് ഓർ ഡിപ്രഷൻ. അപ്പം ഒരാൾ ഏതെങ്കിലും ഒരു ഭയങ്കര വിഷാദ രോഗത്തിന് അടിമപ്പെടുന്ന ഒരു സംഗതിയാണ് നമ്മൾ പറയുന്നത് യൂണിപോളർ മൂഡ് ഡിസോർഡർ. അത് മേജർ ഡിപ്രസീവ്. ഇതിനകത്ത് മേജർ ഡിപ്രഷൻ ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും കാരണം? ഒന്നാമത്തെ കാര്യം, ഇതിനകത്തുള്ള ഡിപ്രസ് മൂഡ് മോസ്റ്റ് ഓഫ് ദ ഡേ,
അപ്പം മേജർ ഡിപ്രസീവ് ഡിസോർഡർ മൂഡ് ഡിസോർഡറിനകത്ത് യൂണിപോളർ മൂഡ് ഡിസോർഡറിനകത്ത് ആദ്യത്തേത് മേജർ ഡിപ്രസീവ് മൂഡ് ഡിസോർഡർ. അതിനകത്ത് ആദ്യത്തെ ഡിപ്രസ് മോസ്റ്റ് ഓഫ് ദ ഡേ, എല്ലാ ദിവസം മുഴുവൻ വിഷാദ രോഗിയായിട്ടിരിക്കുക. ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല, എനിക്ക് കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ മൂഡ് ഡിസോർഡറിൽ എവറി ഡേ. അത് രാവിലെ മാത്രമല്ല, ഉച്ചയ്ക്ക് മാത്രമല്ല, എല്ലാ ദിവസങ്ങളും അങ്ങനെ ഒരു മൂഡ്, ദിവസം മുഴുവൻ അതേ മൂഡ് തന്നെയായിരിക്കും. ദെൻ ലോസ് ഓഫ് പ്ലഷർ, അത് അൻഹിഡോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സന്തോഷകരമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് ചേരാതിരിക്കുക. അപ്പം നമുക്കൊരു കാര്യമുണ്ട്, ഒരു സിനിമ കാണണം, അല്ലെങ്കിൽ ഒരു TV കാണണം, നമ്മൾ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുന്നു, അതിനേക്ക് നമ്മൾ വരിക, അതുമായിട്ട് ഭയങ്കരമായിട്ട് ചേർന്ന്. അപ്പം സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് പങ്കെടുക്കാതിരിക്കുക, അല്ലെങ്കിൽ സന്തോഷം വരുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ആ സന്തോഷം കിട്ടാതിരിക്കുക. ഒന്ന്, പങ്കെടുക്കാതിരിക്കുക, ഒഴിവാക്കുക. രണ്ടാമത്, അഥവാ ആ സ്ഥലത്തിരിക്കുകയാണെങ്കിലും സന്തോഷം ഉണ്ടാകാതിരിക്കുക. അപ്പം ഇതാണ് ആദ്യത്തെ സംഗതി. നമ്മൾ ദിവസം മുഴുവൻ എല്ലാവരും പറയും ഭയങ്കര ഡിപ്രഷനാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര വിഷാദമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണ്, കേരളീയരെന്ന് ഞാൻ പറയാൻ കാരണം മറ്റുള്ളവർക്കുണ്ടോ എന്ന് നമുക്കറിയില്ല, പക്ഷെ കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം വരുമ്പോൾ, ഒരു ഡോക്ടറെ കാണാൻ വരുമ്പോൾ രോഗം എന്താണെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് എനിക്ക് ഡിപ്രഷനാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും ഡിപ്രഷനാണ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് സ്കിസോഫ്രീനിയാണ്, അല്ലെങ്കിൽ എനിക്ക് സ്കിസോഫ്രീനിയ അല്ല, രോഗം തീരുമാനിച്ചുകൊണ്ട് വരും. അപ്പോൾ നമ്മുടെ ജോലി വളരെ എളുപ്പമാണ്, നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഭയങ്കര ഡിപ്രഷനാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും ഡിപ്രഷനുണ്ട്, ഡിപ്രഷൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ. എന്നുവെച്ചാൽ ഇന്നതാണ് ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എപ്പോഴും തെറ്റായ ധാരണയാണ്. എപ്പോഴും രോഗം ഡയഗ്നോസ് ചെയ്യുന്നത് അതിനകത്ത് അതോറിറ്റി ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം, അതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മൾ നാട്ടുകാർ പറയുന്നോ ഫ്രണ്ട്സ് പറയുന്നതോ കേട്ടുകൊണ്ട് ഒരു രോഗത്തെ നമ്മൾ തീരുമാനം എടുക്കാൻ പാടില്ല. അപ്പോൾ അടുത്ത കാര്യം, ഒന്ന്, സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് കൂടാൻ പറ്റാതെ വരിക. രണ്ടാമത്, അതുകൊണ്ട് സന്തോഷം ഉണ്ടായിരിക്കുക. പിന്നെ സൈക്കോമോട്ടറാണ്, എന്താ വെച്ചാൽ ഒന്നും ചെയ്യാതെ എവിടെയെങ്കിലും വെറുതെ ഇരിക്കുക. ഇത് ചെയ്യാതിരിക്കുന്ന ആൾക്കാരല്ല പറയുന്നത്, ഇത് പറയുന്നത് മറ്റുള്ളവരുടെ നോട്ടങ്ങളാണ്. അജിറ്റേഷനാണോ, അല്ലെങ്കിൽ എതിർക്കുകയാണോ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അജിറ്റേറ്റ് ചെയ്യാൻ പറ്റുകയില്ല, ഇത് ചെയ്യാം, എന്നെ കൊണ്ട് കഴിയുകയില്ല, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എന്നെ കൊണ്ട് കഴിയുകയില്ല, ഇങ്ങനെ ചെയ്യൂ, എന്നെ കൊണ്ട് കഴിയുകയില്ല. അപ്പം സൈക്കോമോട്ടർ, അത് പെരുമാറ്റത്തിൽ, അവരുടെ ചിന്തകളിൽ മാത്രമല്ല, അവരുടെ സൈക്കോ ആക്ടിവിറ്റീസിലും ഡേ ടു ഡേ കാര്യങ്ങളിൽ പിൻവലിയ. അതാണ് മേജർ ഡിപ്രസീവ് മൂഡ് ഡിസോർഡറിൻ്റെ ഒരു ലക്ഷണം. ദെൻ ഫാറ്റിക്, ലോസ് ഓഫ് എനർജി, ഒന്നും ചെയ്യാനൊരു ഉഷാറില്ല, എന്നെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഫാറ്റിക്കോ, എനിക്ക് വയ്യ, ഇന്ന് എന്നെ കൊണ്ടൊന്നിനും പറ്റുകയില്ല. അപ്പം മേജർ ഡിപ്രസീവ് ഡിസോർഡറിനകത്തുള്ള ഡിപ്രഷൻ മോഡ് മോസ്റ്റ് ഓഫ് ഓൾ ദ ഡേ ആയിരിക്കണം. പിന്നെ സന്തോഷകരമായ കാര്യങ്ങളിലേക്ക് ചേരാൻ പറ്റാതിരിക്കാം. മോട്ടോർ റിട്ടാർഡേഷൻ ഉണ്ടാകണം, കാരണം എന്തെങ്കിലും പെരുമാറ്റം ഒന്നും ചെയ്യാനായിട്ടുള്ള മൂഡ് ഉണ്ടാകാതിരിക്കുക. പിന്നെ ലോസ് ഓഫ് എനർജി, ഒരു ഉഷാറില്ലാതിരിക്കാം. ഇത് എല്ലാം കൂടെ വരണമെന്നില്ല, എല്ലാം കൂടെ ഒരു മേജർ ഡിസോർഡർ ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഇത് ഏതെങ്കിലും 2 or 3 സിൻഡ്രോം ഉണ്ടായാലും മതി. ദെൻ ഇൻസോമാനിയ, സ്ലീപ്പിംഗ് ടു മച്ച്, ഉറക്കമില്ലാതെ വരിക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉറങ്ങുക. അപ്പം എല്ലാവരും പറയും അവൻ ഉറങ്ങുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പം നമ്മൾ ചോദിക്കും, ഉറങ്ങുന്നത് ശരിയാണ്, പക്ഷേ എത്ര നേരം ഉറങ്ങാറുണ്ട്, രാത്രി എത്ര മണിക്കാണ് കിടക്കുന്നത്, രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും. അപ്പോൾ മിക്കവാറും അവർ പറയും ഇല്ല, അവനെപ്പോഴും മൂടി പുതക്കി കിടക്കുകയാണ്. അപ്പം ഉറക്കം കൂടുതലുണ്ടെന്നല്ല, ചിലപ്പം ഉറക്കം ഇല്ലായ്മയാകാം, പക്ഷെ അവോയ്ഡൻസും ആകാം. അപ്പം ഇത് നമ്മൾ പ്രത്യേകിച്ച് ഈ മൂഡ് ഡിസോർഡർ ചോദിക്കുക, നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ആണ് അതിൻ്റെ ഏത് തരത്തിലുള്ളതാണ്, ഡിപ്രഷനാണോ ഇല്ലയോ എന്ന് അറിയേണ്ടത്. പിന്നെ അടുത്തത് അൺഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ് ഓർ വെയിറ്റ്, പെട്ടെന്ന് വെയിറ്റ് കൂടുക, വെയിറ്റ് കുറയുക. അപ്പം മറ്റേതിനെ കൂട്ടത്തിൽ വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ ഉണ്ടാകാം. പിന്നെ ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ്, എന്നെ ഒന്നിനും കൊള്ളുകയില്ല, കുറ്റബോധമുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഒരു ഡിപ്രസീവ് പേഷ്യൻ്റ് വരും, നമ്മൾ എന്തെങ്കിലും കുറ്റബോധമുണ്ടോ, എന്നുവെച്ചാൽ ഞാൻ ചെയ്ത് എന്തെങ്കിലും ശരിയല്ല എന്നുള്ള തോന്നലുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ട്. ഈ വർത്ത്ലെസ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ സൂയിസൈഡിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. പലപ്പോഴും സൂയിസൈഡ് എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് എടുത്ത് കാണുന്ന ഒരു രോഗമല്ല. സൂയിസൈഡ് നമ്മൾ പെട്ടെന്ന്, കാരണം പലപ്പോഴും സൂയിസൈഡിൽ ഐഡിയേഷൻ കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അത് നമ്മൾ നോക്കണം. സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്റ്റേജ് ഉണ്ട്,
സൂയിസൈഡ് ഐഡിയേഷൻ, അത് പ്ലാനിങ്. ആ പ്ലാനിങ് നമ്മൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ സൂയിസൈഡ് നോക്കുമ്പോൾ പല രീതിയിൽ നമ്മൾ സൂയിസൈഡ് ഞാൻ പറയുന്നത്, സൂയിസൈഡ് എന്ന് പറഞ്ഞ് പല തരത്തിലുള്ള സൂയിസൈഡ്. ഒന്ന് സിറ്റുവേഷൻ കൊണ്ടുണ്ട്. പെട്ടെന്നൊരു കുട്ടി ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയി, പെട്ടെന്നൊരു വിഷമം വന്നു, അതിനെ നേരിടാൻ പറ്റാതെ കമ്മിറ്റിങ് സൂയിസൈഡ് ആകാം. അതല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തി ലോസ് വന്നു, അപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്, നമുക്ക് അതുകൊണ്ട് നേരിടാൻ പറ്റുന്നില്ല, അപ്പം നമ്മൾ നടക്കുന്ന സൂയിസൈഡ് ആകാം. ഇനി അതല്ല, എന്തെങ്കിലും രോഗങ്ങളുണ്ടാകുന്നതുകൊണ്ട് സൂയിസൈഡ് ആകാം. അപ്പം സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് അവർ വാർണിംഗ് സൈൻസ് തരും. സാധാരണ 90% ആൾക്കാരും വാർണിംഗ് സൈൻസ് തരും. വാർണിംഗ് സൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ അവർ പറയുക, ഓ ഇനിയിപ്പം നമ്മളൊക്കെ പിരിയാറായില്ലേ, ഇനി എന്താണ്, അല്ലെ നാളെ നിങ്ങൾ എന്നെ കാണില്ല, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ ഒരു ചെവി കൊടുക്കുക, ഉണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സൂയിസൈഡ് ഐഡിയേഷണൽ പ്ലാനിങ് ഉണ്ടാവും, ഞാനിങ്ങനെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇത് അറിഞ്ഞിട്ട് അതനുസരിച്ച് നമുക്ക് അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ സൂയിസൈഡ് എന്ന് പറയുന്നത് പല സമയത്തും നമുക്ക് അവരെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എടുത്തു മാറ്റാവുന്നതാണ്. സൂയിസൈഡ് ഒരു മാനസിക രോഗമായിട്ട് തന്നെ നമ്മൾ കാണണം. സൂയിസൈഡ് മാനസിക രോഗമായിട്ട് കണ്ടാലേ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇല്ല, സൂയിസൈഡ് കാണാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം സൂയിസൈഡ് നടക്കും. പലപ്പോഴും സൂയിസൈഡ് ചെയ്യുന്നതിന് ഇടയ്ക്കും ചില സംഗതികളുണ്ട്. സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. നമ്മളറിയുന്ന കേസുകൾ സൂയിസൈഡ് ചെയ്ത കേസുകളേ ഉള്ളൂ, പക്ഷേ ഇതിലും കൂടുതലാണ്, ഇരട്ടി ആൾക്കാരാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പം അത് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അപ്പം സൂയിസൈഡ് എന്ന് പറയുന്നത് ഇന്ന് വല്ലാത്തൊരു മാനസിക രോഗമായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഡിസ്മിനിഷ്ഡ് എബിലിറ്റി ടു തിങ്ക് ഓർ കോൺസെൻട്രേറ്റ് ഓർ ഇൻഡിസിഷൻ, ഒരു തീരുമാനം എടുക്കാതെ വരിക, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുള്ള കഴിവില്ലാതെ വരിക. അപ്പം ഇതൊക്കെയാണ് മേജർ മൂഡ് ഡിസോർഡറിനകത്ത് വരുന്നത്. പിന്നെ റെക്കറന്റ് തോട്ട്സ് ഓഫ് ഡെത്ത്, ഞാൻ മരിച്ചു പോകും, ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യമില്ല, എനിക്ക് മരണം സംഭവിക്കുന്നു, അങ്ങനെയുള്ള ചിന്താഗതികൾ. അപ്പം ഒന്നുകൂടെ നോക്കാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂഡ് ഡിസോർഡേഴ്സ് ആൻഡ് സൂയിസൈഡ്. അതിനകത്ത് യൂണിപോളാർ മൂഡ് ഡിസോർഡർ ഏതെങ്കിലും ഒരു സംഗതിയാണ്. എക്സ്ട്രാ ഓർഡിനറി സാഡ്നസ് ഓർ ഡിപ്രഷനാണ്. മേജർ ഡിപ്രഷൻ മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഡിപ്രസ്ഡ് മൂഡ് ഓൾമോസ്റ്റ് ഓൾ ദ ഡേ, മിക്കവാറും ദിവസങ്ങൾ തന്നെ, എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ വിഷാദത്തിലായിരിക്കും 24 മണിക്കൂറും. ഡിപ്രസ്ഡ് മൂഡ് മോസ്റ്റ് ഓഫ് ഓൾ ദ ഡേ. പിന്നെ എന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യാൻ അതിൽ കൂട്ടുചേരാൻ പറ്റാതെ വരിക, എന്നുവെച്ചാൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിലേക്ക് പങ്കെടുക്കാൻ വരിക, അല്ലെങ്കിൽ അങ്ങനെ പങ്കെടുത്താൽ പോലും അതിൽ നിന്ന് സന്തോഷം കിട്ടാതെ വരികയാണ്. പിന്നെ സൈക്കോമോട്ടോർ റിട്ടാർഡേഷനാണ്. സൈക്കോമോട്ടോർ റിട്ടാർഡേഷൻ, കാരണം എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള താല്പര്യമൊക്കെ കുറയുക. പിന്നെ ഫാക്ടറി, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എനർജി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നെങ്കിൽ കണ്ടമാനം ഉറങ്ങുക, കണ്ടമാനം ഒട്ടും ഉറക്കമില്ലാതിരിക്കുക, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ശരീരത്തിൽ കാണുന്നതാണ്. ഒന്നുകിൽ വെയിറ്റ് കൂടുക അല്ലെ വെയിറ്റ് കുറയുക. പിന്നെ പറയുന്നത് എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്ക് യാതൊരു ഗുണവുമില്ല, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരനാണ്, അങ്ങനെയൊക്കെ പറയുന്ന സംഗതികൾ പറയാം. ദെൻ തിങ്ക് ഒന്നാമത് കറക്റ്റായിട്ട് ആലോചിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റാതെ വരിക. പിന്നെ കൂടെ മരണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഏതൊക്കെയാണ് എന്ന് നോക്കണം. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരണമെന്നില്ല, 2 3 എണ്ണം വന്നാലും മതി. അഡീഷണൽ എന്തൊക്കെയാണ്? സൈക്കോട്ടിക് ഫീച്ചേഴ്സ്. അപ്പോൾ പലപ്പോഴും ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ഉണ്ടാകും. സൈക്കോട്ടിക് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ഇൻസൈറ്റ് ഒക്കെ ഉള്ളതാണ് നമ്മൾ സൈക്കോട്ടിക് ഫീച്ചേഴ്സ് എന്ന് പറയുക. ദെൻ ആങ്ഷ്യസ് ഡിസ്ട്രസ് ഫീച്ചേഴ്സ്. ആങ്ഷ്യസ്, ഉത്കണ്ഠ, ഭയങ്കര ഉത്കണ്ഠ എന്തെങ്കിലും ഉണ്ടാകുക, ആ ഉത്കണ്ഠ കൊണ്ട് നമുക്കൊരു സമാധാനമില്ലാതിരിക്കുക, അതാണ് അടുത്ത ഡിപ്രഷൻ. പിന്നെ മിക്സഡ് ഫീച്ചേഴ്സ്, പലൂടെ കൂട്ടിക്കലർന്നിട്ട് വരാൻ പറ്റും. മെലങ്കോണിക് ഫീച്ചേഴ്സ്. ദെൻ അറ്റൈപ്പിക്കൽ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇതൊന്നും പറയാത്ത ചില സ്വഭാവങ്ങൾ, ചില കാരണങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. ദെൻ പോസ്റ്റ്മോർട്ടം ഓൺസെറ്റ് സ്പെസിഫയർ. പോസ്റ്റ്മോർട്ടം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രസവം അങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ട് അതിനോടനുബന്ധിച്ച് പിന്നുണ്ടാകുന്ന ഡിപ്രഷൻ ഉണ്ടാകാം. പിന്നെ സീസണൽ പാറ്റേൺ, ഇത് കറക്റ്റായിട്ട് ഏതെങ്കിലും എല്ലാ ഡിസംബറും വരിക, അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ വരിക, ഒരു വർഷത്തിൽ 2 3 പ്രാവശ്യം വരിക, അങ്ങനെ വരുന്നതാണ് സീസണൽ പാറ്റേൺ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ കാറ്ററ്റോണിക് സ്റ്റൂപ്പർ, അത് കൂടിയ തരത്തിലുള്ള ഡിപ്രഷനാണ്. അതിന് കൂടുതലും നമ്മൾ ബോഡി മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ കാണുന്നത്. റിജിഡ് മൂവ്മെൻറ്റ്സ് ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ നിന്ന് അനങ്ങാതെ ഇരിക്കുക, ഏതെങ്കിലും ഒരു പൊസിഷനിൽ കുറേ നേരം നമ്മൾ നിൽക്കുക,
ഇരിക്കുന്നിടത്ത് അനങ്ങാതെ തന്നെ ഇരിക്കും, എവിടെയെങ്കിലും നോക്കിക്കൊണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കാം. ഐ മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, കൈക്കും കാലിനൊന്നും മൂവ്മെൻറ്റ്സ് ഒന്നും ആവില്ല. ദാറ്റ് ഇസ് കോൾഡ് കാറ്ററ്റോണിക് ഫീച്ചർ. പിന്നെ ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ. ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുകൂടെ ബൈപ്പോളാർ രണ്ട് രീതി. കാരണം ബൈപ്പോളാർ എന്ന് നോക്കണം, ഒരു അറ്റത്ത് നിന്ന് അടുത്ത അറ്റത്തിലേക്ക് പോകാം. അതിങ്ങനെ മാറി മാറി വരുന്നതാണ് ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ. ചിലപ്പോൾ സന്തോഷം ഉണ്ടാകാം, ചിലപ്പോൾ സങ്കടം ഉണ്ടാകാം. അതേപോലെ തന്നെ ഭയങ്കര സങ്കടമായിരിക്കാം, ചിലപ്പോൾ സന്തോഷം ഉണ്ടാകും, മാറി മാറി വരിക. അത് മാനിക് എപ്പിസോഡ് ഉണ്ടാകാം, ഭയങ്കര ഡിപ്രസീവ് ഫീച്ചേഴ്സ്, ഗ്രാൻഡിയോസിറ്റി ഉണ്ടാകാം. ദെൻ ഡിക്രീസ് നീഡ് ഫോർ സ്ലീപ്പ്, ഉറക്കം ഉണ്ടാകാതിരിക്കുക എന്ന് വെച്ചാൽ ഉറങ്ങണമെന്ന് തോന്നുന്നില്ല, അല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ പറയുക. ഇത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് സംസാരിക്കണം. സാധാരണ ഇത് സംസാരിക്കാതിരിക്കുന്ന ആൾക്കാർ ഈ ബൈപ്പോളാർ മൂഡ് ഡിസോർഡറിൽ അൺയൂഷ്വലായിട്ട് സംസാരിക്കും, ഭയങ്കരമായിട്ട് സംസാരിക്കും. ഞാൻ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് പറയുന്ന കാര്യങ്ങൾ ഒന്നിൽ നിന്ന് വേറെ ഒന്നിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അങ്ങനെ പ്രഷറായിരിക്കും, ഭയങ്കര പറയുന്ന കാര്യങ്ങൾ ഭയങ്കര പ്രഷർ കൊടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറയുന്ന അത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണെന്ന് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഈ പ്രഷർ ടു കീപ് ടോക്കിംഗ്. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് ഒരു കാര്യത്തിൽ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് സാധാരണ ഇത് ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ കാണാറുള്ളതാണ്. ഒന്നിൽ നിന്ന് വേറൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അപ്പം ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വേറെ കാര്യത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞു ഫ്ലൈറ്റ് ചെയ്യാം. ഡിസ്ട്രാക്റ്റബിലിറ്റി, കാരണം എപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനോ എടുക്കാനോ ഉണ്ടാകില്ല, എന്തെങ്കിലും എപ്പോഴും കൺഫ്യൂസ് സ്റ്റേജിലായിരിക്കും അവർ ഉണ്ടാകുക. ദെൻ ഏതെങ്കിലും കാര്യം ഇൻക്രീസ് ഇൻ ഗ്ലോബൽ ഡയറക്ടർ, കാരണം ഗോൾ ഡയറക്ടർ ആക്ടിവിറ്റി, എന്തെങ്കിലും ഗോൾ ഡയറക്ടർ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര അത് ചെയ്തേ അടങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങുക, ഒരുമാതിരി അജിറ്റേറ്റഡ് ആയിരിക്കാം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മൂഡ് ഡിസോർഡർ 2 എന്ന് പറയുന്നത് മാനിക് എപ്പിസോഡ്സ് ആണ്. ദാറ്റ് ഈസ് ബൈപ്പോളർ രണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നത്. അപ്പം ഡിപ്രഷനും ഇതും സന്തോഷം ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുന്നതാണ് ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്നത്. Then excessive involvement in pleasurable activities that have a high potential for painful consequences. ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒത്തിരി കാര്യങ്ങൾ ഏറ്റെടുത്തങ്ങ് ചെയ്യുക, പക്ഷെ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് സങ്കടമായിരിക്കും. അപ്പം ഇതോടെ നോക്കിയാൽ ബൈപ്പോളാർ മൂഡ് ഡിസോർഡറിനകത്ത് ഇത് എല്ലാം വരണമെന്നില്ല. കൂടുതലും ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ മൂഡ് സ്വിങ് ആണ്, മൂഡ് സ്വിങ് ഒരു പെൻഡുലം പോലെ. അതാണ് ബൈപ്പോളാർ. ഒരു എൻഡിൽ നിന്ന് ഒരു ക്ലോക്ക് പെൻഡുലം ആടുന്നത് പോലെ ഒന്ന് ഹൈ ആയിരിക്കും, പിന്നെ താഴെ വരും, പിന്നെ അടുത്ത സൈഡിലേക്ക്, പിന്നെ അടുത്ത സൈഡിൽ നിന്ന് താഴേക്ക് വരും, പിന്നെ അടുത്ത സൈഡ്. ദിസ് ഇസ് കോൾഡ് സ്വിങ്ങിങ്, മൂഡ് സ്വിങ്. അതുകൊണ്ടാണ് ഇതിനെ ബൈപ്പോളാർ, രണ്ട് അറ്റത്തും പോളിലേക്കും പോകുന്ന ബൈപ്പോളാർ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്നത്. സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് നമ്മളെ മേജർ ടൈപ്പ് ഓഫ് സൈക്കാട്രിക് ഡിസോർഡർ ആണ്, വൺ ഓഫ് ദി മേജർ സൈക്കാട്രിക് ഡിസോർഡർ ആണ് നമ്മൾ പറയുന്നത്. ഇതിന് മെയിൻ ആയിട്ടുള്ള ഡിലൂഷൻസ് ഉണ്ടാകണം, ഇല്ലാത്തത് ഉണ്ടെന്നുള്ള വിശ്വാസം. അപ്പം സ്കിസോഫ്രീനിക് പേഷ്യൻ്റ് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ നമ്മൾ നോക്കുക: ഡിലൂഷൻ, ഹാലൂസിനേഷൻ ആൻഡ് അവരുടെ റിയാക്ഷൻ നമ്മൾ പറയുന്നത്. അത് ഫ്ലാറ്റ് അഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്ലാറ്റ് അഫക്റ്റ് എന്ന് വെച്ചാൽ വികാരമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ. മുഖത്ത് എക്സ്പ്രഷൻസ്, അത് ഒരിക്കലും നമ്മൾ കാണിക്കുന്ന, അതായത് ചിലപ്പോൾ സങ്കടം വരുമ്പോൾ ചിലപ്പോൾ ചിരിക്കുകയായിരിക്കും, സന്തോഷം വരുമ്പോൾ ചിലപ്പോൾ കരയുകയായിരിക്കാം, ചിലപ്പോൾ യാതൊരു അഫക്റ്റുമില്ല ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം, ചുമ്മാ നമ്മൾ പറയുമ്പോൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് നമുക്ക് തോന്നും, പക്ഷെ വേറെ എന്തെങ്കിലും ആയിരിക്കും ചിന്തിക്കും. ദാറ്റ് ഇസ് നോട്ട് അഫക്റ്റ്, ഫ്ലാറ്റ് ആയിരിക്കും, നമുക്ക് യാതൊരു വികാരവും ഉണ്ടാകുന്ന തരത്തില്ല. അപ്പോൾ ആദ്യത്തെ എന്ന് വെച്ചാൽ ഡിലൂഷനാണ്. ഡിലൂഷൻ ഒരു ഏത് സൈക്കോളജി സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ട ഡിലൂഷൻ ആൻഡ് ഹാലൂസിനേഷൻ. ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ് പെർസെപ്ഷൻ, തെറ്റാതിരിക്കുക, ഒരു കാര്യത്തെ തെറ്റാതിരിക്കുക. ഒരു പാമ്പിനെ കയറ് കണ്ട് പാമ്പാന്ന് തെറ്റിദ്ധരിക്കുക, ദാറ്റ് ഈസ് കോൾഡ് ഇല്യൂഷൻ, ഉള്ളതിനെ തെറ്റിദ്ധരിക്കുക. ദെൻ ഹാലൂസിനേഷൻ എന്ന് വെച്ചാൽ ഇല്ലാത്തത് ഉണ്ടെന്ന് നമ്മൾ അനുഭവിക്കുക. ഞാനൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, ആരോ എന്നെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു മണം വരുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലൂടെ എന്തെങ്കിലും ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഹാലൂസിനേഷൻ. ഡിലൂഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ബിലീഫാണ്, എന്തെങ്കിലും ഉണ്ട്, ഒരു പ്രേതം അവിടെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്, എൻ്റെ ആഹാരത്തിനകത്ത് വിഷം കലർത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്ട്രോങ് ബിലീഫാണ്, വിശ്വാസമാണ്. ഡിലൂഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ബിലീഫും വിശ്വാസവും, അൺഷേക്കബിൾ ബിലീഫ്, നമ്മളെ മാറാത്ത ഉറച്ച വിശ്വാസം.
ഇല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉള്ളതിനെ തെറ്റിദ്ധരിക്കുക. ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഇല്ലാത്തത് ഉണ്ടെന്ന് അനുഭവിക്കുക. ഇത് ഈ ഡെഫിനേഷൻ പഠിച്ചു വെക്കണം. അപ്പം സ്കിസോഫ്രീനിയുടെ ആദ്യത്തെ ഒരു ലക്ഷണം ഡിലൂഷനാണ്. ദെൻ ഹാലൂസിനേഷൻ. ഹാലൂസിനേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നത്തെ പറഞ്ഞ ഡിസോർഗനൈസ് സ്പീച്ച്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഡിസോർഗനൈസ് ഒന്ന് പറയുമ്പോൾ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഉദാഹരണം ഇന്ന് വന്നൊരു കുട്ടി പറഞ്ഞത് ഡിസോർഗനൈസ് സ്പീച്ച് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണ്. പഠിക്കാനായിട്ട് തായ്ലൻഡിൽ പോകണം. ഇറ്റ്സ് എ കറക്റ്റ് സ്പീച്ചാണ്. തായ്ലൻഡിൽ പോകണം. അപ്പോൾ തായ്ലൻഡിൽ പോകണമെന്ന് പറഞ്ഞാൽ ശരി സമയം. അപ്പം എങ്ങനെ എന്നെ കല്യാണം കഴിക്കും? തായ്ലൻഡിൽ പോകുന്ന ആൾ കല്യാണം കഴിക്കും. അപ്പം അമ്മ പൈസ ഇതിന് മുടക്കി എന്നെ എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കും? അപ്പം നമ്മൾ പഠിത്തം കഴിഞ്ഞിട്ട് ചെയ്യുക. അപ്പം പിന്നെന്തിനാണ് വീട് പണിയുന്നത്, വീട് റിപ്പയർ ചെയ്യുന്നത്? അപ്പം യാതൊരു ഓർഗനൈസേഷനും ഇല്ല. പഠിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ വീട് നന്നാക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളോ ഇങ്ങനെ റിലേഷൻ ഇല്ലാതെ പോവാം. അപ്പം അത് ഓർഗനൈസ് സ്പീച്ച് ആയിരുന്നെങ്കിൽ എന്ത് പറഞ്ഞാൽ എൻ്റെ കോഴ്സ് കഴിഞ്ഞു, ഞാൻ പുറത്ത് പഠിക്കാനായിട്ട് പോവുകയാണ്, ഞാൻ തായ്ലൻഡിൽ പോവുകയാണ്, ഞാൻ അതിനുള്ള പേപ്പർ വർക്കൊക്കെ ചെയ്യുന്നു, ഇത് പറയുന്നു, അതിനുള്ള സാമ്പത്തിക കാര്യങ്ങൾ റെഡിയാക്കണം. ഇത് ഇറ്റ്സ് ആൻ ഓർഗനൈസ് സ്പീച്ച്. അപ്പം ഒന്നും വേറൊന്നിനോട്ട് ബന്ധമില്ലാതെ പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ഡിസ്ഓർഗനൈസ് സ്പീച്ച്. പിന്നെ ഗ്രോസലി ഡിസോർഗനൈസ് ഓർ കാറ്ററ്റോണിക് ബിഹേവിയർ എന്ന് വെച്ചാൽ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യം, പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതിരിക്കുന്നതാണ് ഡിസോർഗനൈസ്ഡ്. ഗ്രോസലി ഓർ കാറ്ററ്റോണിക് ബിഹേവിയർ. കാറ്ററ്റോണിക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്റ്റിഫായിട്ട് എപ്പോഴെങ്കിലും നമ്മൾ ഇരിക്കുക, എടുക്കുക, അല്ലെങ്കിൽ ചുമ്മാ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക, അനങ്ങാതെ കുറേ നേരം ഇരിക്കുക. ദാറ്റ് ഈസ് കോൾഡ് കാറ്ററ്റോണിക്. ദെൻ നെഗറ്റീവ് സിംറ്റംസ് സച്ച് ആസ് ഡിമിനിഷ്ഡ് എമോഷണൽ എക്സ്പ്രഷൻ. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. എപ്പോഴും ഒരു എമോഷൻസ് ഇംപ്രോപ്പർ എമോഷൻസ് ആയിരിക്കും. പറയുന്ന സംഗതികളും അവരുടെ വികാരങ്ങളുമായിട്ട് അല്ലെങ്കിൽ എക്സ്പ്രഷനുമായിട്ട് യാതൊരു ബന്ധവും കാണുകയില്ല. ചിലപ്പം സന്തോഷകരമായിട്ടുള്ള കാര്യമായിരിക്കും പറയുന്നത്, പക്ഷെ അവരുടെ മുഖത്ത് സങ്കടത്തിൻ്റെ അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളായിരിക്കും അവർ ചിലപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ അവർ ഇതൊന്നും ശ്രദ്ധിക്കുക, ചിലപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് എമോഷണൽ എക്സ്പ്രഷൻസ്. പിന്നെ കരയുക, ആവശ്യമില്ലാതെ ഇരുന്നിട്ട് ചിലപ്പോൾ കരയും. ചിലപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യും, ചിലപ്പോൾ പെരുമാറ്റം വേറെ രീതിയിലായിരിക്കും. ഇത് കോൾഡ് നെഗറ്റീവ് സിംറ്റംസ് ആൻഡ് ഡിമിനിഷ്ഡ് എമോഷണൽ എക്സ്പ്രഷൻ. അപ്പം വൈകാരികമായ ഇതുണ്ടാകുകയില്ല. പിന്നെ അലോഗ്യ, അത് കൂടുതലും നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ കൂടുതൽ പെട്ടെന്ന് സംസാരം കുറയുക, അധികം സംസാരിക്കാതാകുക, ആവശ്യത്തിന് പോലും സംസാരിക്കാതിരിക്കുക. അപ്പം സോഷ്യൽ വിഡ്രോവൽ പോലെ തന്നെയാണത്. ദെൻ അൻഹിഡോണിയ, അതായത് സന്തോഷകരമായ സംഗതികൾ പോലും അതിനകത്ത് പങ്കെടുക്കാതിരിക്കുക. അത് സെക്കൻഡ്. നെക്സ്റ്റ് നെഗറ്റീവ് അസോഷ്യാലിറ്റി എന്ന് ആരും ചേരാതിരിക്കുക. എല്ലാവരും സസ്പീഷ്യസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ചെയ്യുമെന്ന് പറയുന്നതായിരിക്കും, അവരുമായിട്ട് ആൾക്കാരുമായിട്ട് ചേരാതിരിക്കുക. ദെൻ ഫ്ലാറ്റ് എഫക്റ്റ്. ദറ്റ് ഇസ് എ മെയിൻ തിങ് ആണ്, നെഗറ്റീവാണ് ഫ്ലാറ്റ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു വികാരം ഉണ്ടായിരിക്കുക. നമ്മൾ പറയുമ്പോൾ മുഖത്ത് യാതൊരു വികാരങ്ങളും ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ വികാരങ്ങൾ കാണിക്കാതിരിക്കുക. ഇതാണ് ഫ്ലാറ്റ് എഫക്റ്റ്. ഇതാണ് നെഗറ്റീവ് സിംറ്റംസ്. അലോഗ്യ, അൻഹിഡോണിയ, അസോഷ്യാലിറ്റി ആൻഡ് ഫ്ലാറ്റ് എഫക്റ്റ്. ഈ ഫ്ലാറ്റ് എഫക്റ്റ് എപ്പോഴും നമ്മൾ നോക്കേണ്ടതാണ്. അത് ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ബാക്കിയുള്ളതിനൊക്കെ കൂടുതൽ എഫക്റ്റ് മോശമാണെങ്കിൽ നമ്മൾ സ്കിസോഫ്രീനിയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ദെൻ ഡിസോർഗനൈസ് സ്പീച്ച്. ഞാൻ ആദ്യം തന്നെ ഡിസോർഗനൈസ്, യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഡിസോർഗനൈസ് സ്പീച്ച്. ഇത് സാധാരണഗതിയിൽ എപ്പോഴും സ്കിസോഫ്രീനിൽ കാണുന്നതാണ്. പറയുന്ന കാര്യങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരിക്കും. ഇവിടെ ഒരാൾ വന്ന് പറഞ്ഞ സംഗതിയാണ് സ്കിസോഫ്രീനിക്, അത് ഡിലൂഷനൊക്കെ ഉണ്ട്. അയാൾ പറഞ്ഞ സംഗതിയാണ്, എനിക്ക് ദൈവികമായ ശക്തിയുണ്ട്, എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും. അപ്പം ഇയാൾ പറയുന്നത് എനിക്ക് വണ്ടി ഓടിക്കാൻ, ഞാൻ വണ്ടി ഓടിച്ച് അപകടം ഉണ്ടായില്ല. ശരിക്കും ഇയാൾ ഭയങ്കര സ്പീഡിൽ ബൈക്ക് ഓടിച്ചു, ബസ് ചവിട്ടി നിർത്തി, ബസ്സിൻ്റെ സൈഡിൽ പോയി ഇടിച്ചു, ഇയാൾക്കൊന്നും പറ്റിയില്ല. ഇയാൾ പറയുന്നത് എനിക്ക് കഴിവുള്ള അമാനുഷ്യമായ ശക്തിയുള്ളത് കൊണ്ടാണ് എനിക്ക് യാതൊരുവിധ അപകടവും ഉണ്ടാകാതിരുന്നത്. അപ്പം ഇത് ഡിസോർഗനൈസ് ചെയ്യുക, യാതൊരു ബന്ധവുമില്ല. അതുപോലെ എനിക്ക് പല കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഞാൻ പറഞ്ഞിട്ടാണ് ഇന്ന സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമേരിക്കയിൽ സ്ഫോടനം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇതൊന്നും ഇല്ല, പുള്ളി വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതങ്ങനെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഡീലൈൻമെന്റ് ഓഫ് ലോസ് ഓഫ് അസോസിയേഷൻ, പെട്ടെന്ന് പിൻവലിയുക. അപ്പം എന്തെങ്കിലും കാരണവശാൽ ഉള്ള ബന്ധങ്ങളെ കുറയ്ക്കുക, അല്ലെങ്കിൽ ബന്ധങ്ങളെ താല്പര്യമില്ലായിരിക്കാം. പിന്നെ നിയോലോഗിസം, കാരണം പുതിയ വാക്കുകൾ പറയാം, നമ്മൾ കേൾക്കാത്ത വാക്കുകളായിരിക്കും, അതിന് യാതൊരു അർത്ഥവും നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് അർത്ഥമുണ്ടാകും. നമ്മൾ കേൾക്കാത്ത വാക്കുകളെ കുറിച്ച് വേർഡുകളായിരിക്കും പറയുന്നത്, കേൾക്കാത്ത പദങ്ങളായിരിക്കും പറയുന്നത്. അവരെ സംബന്ധിച്ച് അർത്ഥം ഉണ്ടാകും, പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതിന് അർത്ഥമുണ്ടാവില്ല. ദെൻ ആദ്യം തന്നെ പറഞ്ഞു, ആദ്യം സംസാരിക്കാതിരിക്കുക. ദെൻ ടാൻജൻഷ്യൽ സ്പീച്ച്, ബന്ധമില്ലാതെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. ദെൻ types of schizophrenia, different types of schizophrenia ആണ്. One is called the paranoid schizophrenia, സംശയരോഗം. സംശയം വരിക, കാരണം എന്നെ ഒരാൾ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വിഷം തരുന്നുണ്ട്, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു സംശയം. കൂടുതലും ഇവർ സംശയം ഉണ്ടാകുന്നത്, ഇപ്പം ഭാര്യയൊക്കെ സംശയം ഉണ്ടാകാം, ഭാര്യയ്ക്ക് വേറെ ബന്ധങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ഭർത്താവിന് വേറെ ബന്ധങ്ങളുണ്ടാകാം. ദാറ്റ് ഇസ് കോൾഡ് പാരനോയിഡ്, സംശയരോഗം. പിന്നെ ഡിസോർഗനൈസ് സ്കിസോഫ്രീനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഒരു മിക്സഡ് റിയാക്ഷൻസ് ഉണ്ടെന്നാണ് ഡിസോർഗനൈസ് സ്കിസോഫ്രീനിയ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ കാറ്റനോണിക് സ്കിസോഫ്രീനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ റിജിഡായിട്ടൊക്കെ ഇരിക്കുക, ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുക, വെറുതെ എവിടെയെങ്കിലും ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, ചിലപ്പം ഒരു പൊസിഷനിൽ നിന്നിട്ട് കൈയും കാലും അനക്കാതെ അതേ പൊസിഷൻ തന്നെ ഇരിക്കുക, എവിടെയെങ്കിലും കൊണ്ടിരുത്തി അനങ്ങാതെ അവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് കാറ്റനോണിക് സ്കിസോഫ്രീനിയ. പിന്നെ അൺഡിഫറൻഷ്യൽ ടൈപ്പ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാറ്റഗറൈസ് ചെയ്യാത്ത ചില ഉണ്ട്, സ്കിസോഫ്രീനിയയുടെ സ്വഭാവങ്ങളെല്ലാം കാണിക്കുകയും. റെസിഡ്യൽ ടൈപ്പ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വന്നിട്ട് പിന്നെ അത് കാണിക്കാത്ത, അങ്ങനെ. അതർ സൈക്കോട്ടിക് ഡിസോർഡർ, സ്കിസോഫ്രീനിക് ഫോം ഡിസോർഡർ എന്ന് വെച്ചാൽ സ്കിസോഫ്രീനി ആയിരിക്കണമെന്നില്ല, പക്ഷേ അതിൻ്റെ എല്ലാവിധ ലക്ഷണങ്ങളും നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കും. ദെൻ അഫക്റ്റീവ് ഡിസോർഡർ, അത് തന്നെ സ്കിസോഫ്രീനി തന്നെ അഫക്റ്റീവ് ആയിരിക്കും, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ എല്ലാ സംഗതികളും ഉണ്ടാകുന്നിരിക്കുക, പക്ഷേ സോഷ്യലൈസേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും അങ്ങനെയൊക്കെ വരുന്നതാണ് അഫക്റ്റീവ് ഡിസോർഡർ. ദെൻ ഡെലൂഷണൽ ഡിസോർഡർ. ഡെലൂഷണൽ ഡിസോർഡർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്ന് സംഗതിയെക്കുറിച്ച് ഡെലൂഷൻസ് ഉണ്ടാകുക, ഒന്നെങ്കിൽ എനിക്ക് വിഷം തന്നു കൊല്ലാനായിട്ട് എന്നെ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെ എന്നെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, അല്ലെ എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് അത് പറയുന്നത്, അതാണ് ഡെലൂഷണൽ ഡിസോർഡർ. ദെൻ ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ, ബ്രീഫ് ചെറുതായിട്ട് വന്നിട്ട് അതങ്ങ് പോവും, പിന്നെ അത് ഉണ്ടാകണം നിർബന്ധമില്ല. ഇതെന്തൊക്കെയാണ് സ്കിസോഫ്രീനിയ വരാനായിട്ടുള്ള കാരണങ്ങൾ? ഇപ്പോൾ സ്കിസോഫ്രീനിയ എന്താണ്, എത്ര തരത്തിലുള്ള സ്കിസോഫ്രീനിയ ഉണ്ട്, ഇനി വരാനുള്ള കാര്യം ജനറ്റിക്കൽ ഇൻഫ്ലുവൻസസ് ആണ്. പാരമ്പര്യമായിട്ട് ഇത് വരാൻ സാധ്യതയുള്ളവർക്കാണ്. കാരണം 23 pairs ഓഫ് ക്രോമോസോം ആണ്, അതിനകത്ത് 22 pairs ഓഫ് ക്രോമോസോം, 1 pair ഓഫ് ക്രോമോസോം ഡിറ്റർമിൻ ദ ജെൻഡർ, ആണോ പെണ്ണോ തീരുമാനിക്കുന്നു. ബാക്കിയുള്ള 22 pair ഓഫ് ക്രോമോസോമിലാണ് നമുക്ക് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം എന്തെങ്കിലും നമുക്ക് സ്കിസോഫ്രീനിയ പോലുള്ള ഇത് കുടുംബത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ വരുമെന്നല്ല, വരാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അതുകൊണ്ട് ജനറ്റിക്കൽ ഇൻഫ്ലുവൻസസ്. ദെൻ പ്രീനേറ്റൽ എക്സ്പോഷർ, അതായത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാകുന്നത്, ചില അസുഖങ്ങൾ ഉണ്ടാകുന്നത്, അമ്മയ്ക്ക് ചില അസുഖങ്ങളുണ്ട്, അമ്മയ്ക്ക് ചില മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത്, പീഡനങ്ങൾ ഉണ്ടാകുന്നത്, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ പ്രീനേറ്റൽ എക്സ്പോഷർ കൊണ്ട് ഉണ്ടാകാം. ദെൻ വൈറൽ ഇൻഫെക്ഷൻ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, തലച്ചോറിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ബാധിക്കുകയാണെങ്കിൽ സ്കിസോഫ്രീനിയ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ദെൻ റിവേഴ്സ് ഇൻകംപാബിലിറ്റി, അതായത് RH ഫാക്ടർ, ശരീരത്തിന് ബ്ലഡിനകത്തുള്ള അമ്മയുടെ അച്ഛൻ്റെ RH ഫാക്ടറിനകത്ത് പ്രശ്നങ്ങളുണ്ടായാൽ ഇവിടെ സ്കിസോഫ്രീനിയ ഉണ്ടാകാനുള്ള കാരണങ്ങളുണ്ട്. ദെൻ പ്രഗ്നൻസി ആൻഡ് ബർത്ത് കോംപ്ലിക്കേഷൻ, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തോ പ്രസവ സമയത്തോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അത് ചിലപ്പോൾ സ്കിസോഫ്രീനിയയിലേക്ക് നയിക്കാം. ഏർലി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആൻഡ് മെറ്റേണൽ സ്ട്രെസ്, കാരണം നേരത്തെ വൈറ്റമിൻ അടങ്ങിയ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ളതായ ഫുഡ് കിട്ടാതിരിക്കുക. പിന്നെ പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്നതായ
പ്രഗ്നൻസി ടൈമിലുണ്ട് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. പിന്നെ അടുത്ത ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് ആണ്. ന്യൂറോ ഡെവലപ്മെൻറ്റ് ഫാക്ടേഴ്സ്. ന്യൂറോ ഡെവലപ്മെൻറ്റ് വെച്ചാൽ ന്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പല്ല, തലച്ചോറിനകത്തുള്ളതാണ് ന്യൂറോ എന്ന് പറഞ്ഞത്. ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ്. അപ്പം എന്തൊക്കെയാണ് അത് ഉണ്ടാകുന്നത്? ആദ്യത്തെ ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ എന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ വളർച്ചയൊക്കെ ഉണ്ടാകാതിരിക്കുക. മെയിൻലി ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ വളർച്ചയിൽ ഉണ്ടാകാതിരിക്കും, ബ്രെയിനിൻ്റെ വളർച്ച ആവശ്യത്തിനുള്ള ഉണ്ടാകാതിരിക്കും. പിന്നെ ന്യൂറോ അനാറ്റോമിക്കൽ ഫാക്ടേഴ്സ്, സ്ട്രക്ചറിൽ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിനകത്തൊക്കെ വന്നു കഴിഞ്ഞുള്ളതാണ്. ന്യൂറോ കെമിക്കൽ ഫാക്ടേഴ്സ്, തലച്ചോറിനകത്തുണ്ട് കെമിക്കൽ, അതായത് ഏതെങ്കിലും ഡോൾഫമിൻ അങ്ങനെയുള്ള കെമിക്കൽ നമുക്ക് പ്രശ്നം, സോഡിയം പൊട്ടാസ്യം പോലുള്ള കെമിക്കൽ കുറവുള്ളതുകൊണ്ടോ കൂടുതലുണ്ടോ വരുന്ന അസുഖം. ദെൻ ന്യൂറോ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്, തലച്ചോറിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് എന്തെങ്കിലും കാണുന്നതോ കേൾക്കുന്നതോ നമ്മൾ മനസ്സിലാകാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ തെറ്റിദ്ധരിക്കുക, അല്ലെങ്കിൽ കോഗ്നേഷൻ ശരിയായി സംഭവിക്കാതിരിക്കുക. അതാണ്. ദെൻ അതർ ഡിസോർഡേഴ്സ്, കൺവേർഷൻ ഡിസോർഡർ എന്ന് വെച്ചാൽ ബോധം കെട്ടി വീഴുക. ഇത് നമ്മൾ എപ്പിലെപ്റ്റിക് ഡിസോർഡറായിട്ട് എപ്പോഴും തെറ്റിദ്ധരിക്കും. എപ്പിലെപ്സി എന്ന് പറയുന്നത് കൺവേർഷൻ തന്നെയാണ്, പക്ഷെ അതുണ്ടാകുന്ന തലച്ചോറിനകത്ത് ഹൈ പൊട്ടൻഷ്യലായിട്ടുള്ള ഇലക്ട്രിക് ഫ്ലോ തലച്ചോറിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ഈ കൺവേർഷൻ തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് ബോധം കെട്ടി വീഴുക, പെട്ടെന്ന് തല ഇറങ്ങി വീഴുക, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തളർന്ന് വീഴുക, അങ്ങനെയൊക്കെയാണ് കൺവേർഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. ദെൻ ഫാക്ടീഷ്യസ് ഡിസോർഡർ, അത് രോഗമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഞാനൊരു രോഗിയാണ് എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് എനിക്ക് മാത്രമാണോന്നുമില്ല, ചിലപ്പം പറയാം എൻ്റെ മക്കൾ രോഗിയാണ്, അല്ലെങ്കിൽ അവർക്ക് രോഗമുണ്ടോ, ഭാര്യയ്ക്ക് രോഗമുണ്ടോ, അവർക്ക് രോഗമുണ്ട് എന്ന് പറയുന്നതാകാം. ദാറ്റ് ഇസ് എ ഫാക്ടീഷ്യസ് ഡിസോർഡർ. അപ്പം ഒന്ന് കൺവേർഷൻ ഡിസോർഡർ, സാധാരണ കാണുന്ന ഡിസോർഡറിലൊന്നാണ് കൺവേർഷൻ. ദെൻ ഫാക്ടീഷ്യസ് ഡിസോർഡർ. സൊമാറ്റിക് സിൻഡ്രോം ഡിസോർഡർ, വേദനകൾ എല്ലാ സമയത്തും പരാതി പറയും, എനിക്ക് തലവേദനയുള്ളൂ, എനിക്ക് വയറ്റ് വേദനയുണ്ട്, എനിക്ക് എന്തെങ്കിലും ഉണ്ട്, കൈകാലം എണീക്കാൻ പറ്റുകയില്ല. ദാറ്റ് ഇസ് കോൾഡ് സൊമാറ്റിക് സിൻഡ്രോം ഡിസോർഡർ. ദെൻ ഈറ്റിംഗ് ഡിസോർഡർ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഈ ആഹാരം തീരെ കഴിക്കാതിരിക്കുക, വണ്ണം വെക്കുന്നൊക്കെ വെച്ചാൽ കഴിക്കാതിരിക്കുക. ഒന്നുകിൽ ബെഞ്ച് ഈറ്റിംഗ്, കണ്ടമാനം വലിച്ച് കഴിക്കുക, പിന്നെ വണ്ണം കുറയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഈറ്റിംഗ് ഡിസോർഡർ. പിന്നെ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിപ്രഷനൊക്കെ വരുമ്പോൾ വലിച്ച് വാരി തിന്നുക. അപ്പം ഒന്ന് അണ്ടർവാക്സ് നെർവസ, നമ്മൾ ആ വണ്ണം കൂടും എന്ന് വെച്ചുകൊണ്ട് ആഹാരം നമ്മൾ കഴിക്കാതിരിക്കുക. ഒന്ന് ആഹാരം കഴിച്ചിട്ട് വണ്ണം കുറയാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒന്ന് ഡിപ്രഷൻ പോലുള്ളതാണെങ്കിൽ വലിച്ചു വാരി തിന്നുകൊണ്ടിരിക്കുക. അങ്ങനെ 3 കാറ്റഗറിയാണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കുന്നത്. ദെൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ക്ലസ്റ്റർ പേഴ്സണാലിറ്റി ഡിസോർഡർ, പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. നമ്മൾ പറഞ്ഞത് തന്നെയാണ് പാരനോയിയ. അപ്പോൾ ക്ലസ്റ്റർ പേഴ്സണാലിറ്റി ഡിസോർഡറിനകത്ത് പാരനോയിഡ്, അത് കൂടുതലും ഈ പാരനോയിയ എന്ന് പറയുമ്പോൾ ഭാര്യയെ സംശയിക്കും, ഭാര്യയ്ക്കല്ല ഭർത്താവിനെ സംശയം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള സംശയങ്ങൾ, മറ്റുള്ളവരെ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, അങ്ങനെയുള്ളത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്നെ രോഗിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വിഷം തരുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, സംശയരോഗം. ദെൻ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, സ്കിസോ ടൈപ്പ് പേഴ്സണാലിറ്റീസ് ഒക്കെ കാണും. സ്കിസോഫ്രീനിയയുടെ എല്ലാവിധ സംഗതികളും കാണിക്കും. അതാണ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. സ്കിസോഫ്രീനിയ അല്ല, സ്കിസോയിഡ് പേഴ്സണാലിറ്റി. വ്യത്യാസമുണ്ട്, അതിൻ്റെ ലക്ഷണങ്ങളിലും വ്യത്യാസമുണ്ട്, ട്രീറ്റ്മെൻറ്റിലും കുറച്ച് വ്യത്യാസമുണ്ട്. സെറ്റൈപ്പിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, അത് സെറ്റിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതായത് സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കും, പക്ഷേ ബിഹേവിയർ എങ്ങനെയായിരിക്കും, നോർമലായിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റും. സിസോയിഡ് പേഴ്സണാലിറ്റിയിൽ നിന്ന് സിസോറ്റൈപ്പിക് പേഴ്സണാലിറ്റി ഡിസോർഡറും അവരെ നമുക്ക് നോർമൽ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യാവുന്ന ആൾക്കാരാണ്. ക്ലസ്റ്റർ ബി, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അവർക്ക് ആരോടും ഒരു മെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകില്ല. ഇവരുടെ ബിഹേവിയറിലും മാനറിസത്തിലൊക്കെ ഭയങ്കര പ്രത്യേകത ഉണ്ട്. എപ്പോഴും ഒരു സെഡക്റ്റീവ് ബിഹേവിയർ ആയിരിക്കും. ഒരാളെ സെഡേഷൻ ചെയ്തത്, സെഡക്റ്റീവ് ഒക്കെ അവരെ നമ്മളെ വശീകരിക്കത്തക്ക വേണമുള്ള പെരുമാറ്റങ്ങളാണെങ്കിൽ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കാണുക. പിന്നെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മുടെ ശരീരത്തെക്കുറിച്ച് തന്നെ, അല്ലെ നമ്മളെ തന്നെ, എന്നെ തന്നെ കൂടുതൽ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനാണില്ല, എനിക്കെല്ലാം അറിയാം, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ആ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സ്വന്തം ശരീരഭാഗങ്ങൾ കണ്ടാൽ ശരീരത്തിൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു സെലക്റ്റീവ് ബിഹേവിയർ ആയിരിക്കും, അവർ കൂടുതൽ സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും, അവർക്ക് അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടാകില്ല, അങ്ങനെ പോകുന്നതാണ് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. നാർസിസ്റ്റിക് അതിൽ സ്വന്തം ശരീരത്തെക്കുറിച്ച് തന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന രാജാവിനെ കുറിച്ചുള്ളതാണ്.
ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി. ആൻറ്റി സോഷ്യൽ എന്ന് വെച്ചാൽ സൊസൈറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട്, നിയമത്തിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ പെരുമാറുക. ദാറ്റ് ഇസ് കോൾഡ് ആൻറ്റി സോഷ്യൽ. ഡ്രഗ് അഡിക്ഷൻ, നിയമത്തിനെതിരായിട്ട് പെരുമാറുക, ആൽക്കഹോളിസം, മോഷണം, അങ്ങനെയൊക്കെയുള്ള ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. എഗൻസ്റ്റ് ദ നോംസ്, ലോസ്. ദെൻ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത് രണ്ടെണ്ണത്തിൻ്റെ ഇടയ്ക്ക്, ബോർഡർ ലൈൻ എന്ന് വെച്ചാൽ അസുഖവും ഇല്ലാത്തതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവരാണ്. ദാറ്റ് ഇസ് കോൾഡ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. റിസ്ക് അവോയ്ഡൻസ് പേഴ്സണാലിറ്റി, എന്തെങ്കിലും ഒഴിവാക്കുക, ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ ഒഴിവായി പോവുക. ദാറ്റ് ഇസ് കോൾഡ് അവോയ്ഡൻസ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ദെൻ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി, ഏത് കാര്യത്തിനും ഒരാളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുക, എന്തിനും ഒന്നും ചെയ്യല്ല. നമ്മൾ ഇവരെക്കുറിച്ച് പറയുന്നത് ഒരു ഇല താഴെ പോയാൽ പോലും അവർ എടുക്കാൻ താല്പര്യം കാണിക്കാത്തതാണ്. അതുപോലും ഒരാളെ കൊണ്ട് എടുപ്പിക്കും. ഞാൻ കുറച്ചുകൂടെ പറയാറുണ്ട്, എനിക്ക് വേണ്ടി ആഹാരം കഴിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതോടെ സന്തോഷമെന്ന് വിചാരിക്കുന്നതാണ് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അതല്ല ഇതിൻ്റെ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക. ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്ലസ്റ്റർ സി പെടുന്നതാണ്. പിന്നെ പാരാഫിലിക് ഡിസോർഡർ ആൻഡ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ. പാരാഫിലിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഈ പാരാഫിലിക് എന്ന ഏതെങ്കിലും സെക്ഷൽ ഡിസോർഡർ, സെക്ഷൽ ബിഹേവിയർ തെറ്റായി കാണിക്കുക, അതായത് പാരാഫിലിക് ഡിസോർഡർ എന്ന് പറയുന്നത്. കൂടുതലും സെക്സ് പടം കാണുക, ബാക്കിയുള്ളതിനെ കാണുക, അല്ലെങ്കിൽ നിയമത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള സെക്ഷൽ ഇതുകൊണ്ട് പ്ലഷർ കിട്ടുക. ദാറ്റ് ഇസ് കോൾഡ് പാരാഫിലിക് ഡിസോർഡർ. ദെൻ ഫിക്ടീഷ്യസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുന്ന എന്തെങ്കിലും സാധനങ്ങൾ കണ്ടിട്ട് ആ സാധനങ്ങളിൽ നിന്ന് അവർക്ക് സെക്ഷൽ ഇതുണ്ടാവുക. കൂടുതലും ഓപ്പോസിറ്റ് സെക്സിൻ്റെ അണ്ടർഗാർമെൻറ്റ്സ് കണ്ടിട്ട് അതെടുത്തുകൊണ്ട് പോയി ഇത് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സ് ഒക്കെ കണ്ടിട്ട് അതിൽ നിന്ന് സെക്ഷൽ പ്രഷർ ഉണ്ടാകുന്ന ആൾക്കാരുടെ ഫിക്ടീഷ്യസ് പറയുക. ദെൻ വയോറിസ്റ്റിക് ഡിസോർഡർ, എന്തെങ്കിലും കാണിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് തെറ്റായ ഒരു വൾഗറായിട്ടൊക്കെ ഉണ്ടാകുന്ന സെക്ഷൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ് വയോറിസ്റ്റിക് ആണ്. എക്സിബിഷനിസ്റ്റിക് എന്ന സാധാരണഗതിയിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ടുകൾ മറ്റുള്ളവർ എക്സിബിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് എക്സിബിഷനിസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. സാഡിസം എന്ന് പറയുന്നത് വേറെ ആൾ ഉപദ്രവിക്കുന്നത് കൊണ്ട് അയാൾ വിഷമിക്കുന്ന കണ്ടുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ഒരു സന്തോഷം, സെക്ഷൽ പ്ലഷറാണ് സാഡിസം. അത് മെസോക്കിസം എന്ന് പറയുന്നത് നേരെ തിരിച്ചതാണ്. നമ്മൾക്ക് വേദന കൊണ്ട് വേറെ ആൾ നമ്മളെ ഉപദ്രവിക്കുന്നതിന് നമുക്കൊരു സെക്ഷൽ പ്ലഷർ കിട്ടുന്നതാണ് മെസോക്കിസം എന്ന് പറയുന്നത്. ദെൻ ഫിഡോഫിലിക് ഡിസോർഡർ എന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകാത്ത ആൾക്കാരുമായിട്ടുണ്ടാകുന്ന ഒരു ഇത്, നമ്മളെ ഒരു സെക്ഷൽ ഡിസോർഡർ ഒരു പ്രായം പറയും, അതിൽ താഴെയുള്ള കുട്ടികളുമായിട്ടോ ആൾക്കാരുമായിട്ടോ ഉണ്ടാകുന്നതായിട്ടുള്ള ബന്ധം. ഇൻസെക്ട്സ് എന്ന് വെച്ചാൽ ബന്ധപ്പെടാൻ പാടില്ലാത്ത, നിയമത്തിന് എഗൻസ്റ്റ് ആയിട്ടും ശാരീരികമായി ബന്ധപ്പെടുന്ന, പ്രത്യേകിച്ച് സഹോദരന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഫസ്റ്റ് ലെവൽ കസിൻസുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻ, അതൊക്കെ ഇൻസെക്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇത്രയാണ് സെക്ഷൽ ഡിസോർഡേഴ്സ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ ജെൻഡർ ഡിസ്ഫോറിയ ഇൻ ചൈൽഡ്ഹുഡ്, അതായത് ആണായിട്ട് ആണ് ജനിക്കുന്നതെങ്കിൽ പെണ്ണിൻ്റെ വിഷം കെട്ടി നടക്കാനും അങ്ങനെ നടക്കാനായിട്ടുള്ള, പെണ്ണായിട്ടാണ് ആണുങ്ങളെ പോലെ നടക്കാൻ അവരുടെ കളികളിൽ ഏർപ്പെടുക, അങ്ങനെയൊക്കെയുള്ളതാണ്. പിന്നെ ട്രാൻസ്സെക്ഷലിസം, അതായത് ആണായിട്ട് ജനിച്ച പെണ്ണായിട്ട് മാറുക, പെണ്ണായിട്ട് ജനിച്ച ആണായി മാറുക എന്നുള്ളത്. അതായത് നമ്മൾ ഏത് ജെൻഡറാണോ ആ ജെൻഡറിന് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, മറ്റേ ജെൻഡറിലേക്ക് പോവുക. ദെൻ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഇൻ മെൻ ആണെങ്കിൽ ഡിലേഡ് ഇജാക്കുലേഷൻ ആണ് ആദ്യം കാണുന്നതെന്ന് വെച്ചാൽ സമയത്ത് ഇജാക്കുലേഷൻ ഉണ്ടാകാതിരിക്കുക, ഓർഗാസം ഉണ്ടാകുന്ന സമയത്ത് ഇജാക്കുലേഷൻ ഉണ്ടാകാതിരിക്കുക. ദെൻ എറക്ടൈൽ ഡിസോർഡർ, എറക്ഷൻ ഉണ്ടാകാതിരിക്കുക, സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തുന്ന സമയത്ത് എറക്ഷൻ ഉണ്ടാകാതിരിക്കുക, ദാറ്റ് ഇസ് കോൾഡ് എറക്ടൈൽ ഡിസോർഡർ. ദെൻ എർലി ഇജാക്കുലേഷൻ, അതായത് സെക്ഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇജാക്കുലേഷൻ ഉണ്ടാക്കുക. ദെൻ ഹൈപ്പർ ആക്റ്റീവ് സെക്ഷൽ ഡിസോർഡർ, കാരണം കൂടുതൽ സെക്സിനോട് താല്പര്യങ്ങൾ കാണിക്കുക. ദെൻ സബ്സ്റ്റൻസ് ആൻഡ് മെഡിക്കേഷൻ ഇൻഡ്യൂസ്ഡ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ, എന്തെങ്കിലും സബ്സ്റ്റൻസ് ചെയ്തിട്ട് മെഡിക്കേഷൻ കൊണ്ട് ഇൻഡ്യൂസ് ഒക്കെ ഉണ്ടാകും. ഇത് പെൺകുട്ടികളാകുമ്പോഴത്തേക്ക് അത് ഫീമെയിൽ ഓർഗാസ്മിക് ഡിസോർഡർ, അവർക്ക് ഓർഗാസം ഉണ്ടായിരിക്കുക, മൾട്ടിപ്പിൾ ഓർഗാസമാണ്, അവർക്ക് യഥാർത്ഥത്തിലുള്ള ഓർഗാസം ഉണ്ടാകാതിരിക്കുക. ഫീമെയിൽ ഇൻട്രസ്റ്റ് അറോസൽ ഡിസോർഡർ, അവർക്ക് ഫീമെയിൽ സെക്ഷൽ താല്പര്യം ഉണ്ടാകാതിരിക്കുക, സെക്സിനോട് താല്പര്യമില്ല, തോന്നാതിരിക്കുക. ജെനിറ്റോ പെൽവിക്, അത് പെൽവിക് ഡിസോർഡർ, അത് റിലാക്സ് ചെയ്യാതിരിക്കുക, അവരുടെ പ്രൈവറ്റ് പാർട്ട് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കാതിരിക്കുക, വികസിച്ചു കൊടുക്കാതിരിക്കുക, അതാണ് ജെനിറ്റോ പെൽവിക് പെയിൻ ഓർ പെനിട്രേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. ദെൻ സബ്സ്റ്റൻസ് മെഡിക്കേഷൻ ഇൻഡ്യൂസ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ, എന്തെങ്കിലും മെഡിസിനോ എല്ലാം കാര്യങ്ങൾ കഴിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഡിസ്ഫങ്ഷനാണ്. ദെൻ സബ്സ്റ്റൻസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, അതിനകത്ത്
സബ്സ്റ്റൻസ് റിലേറ്റഡ് എന്തെങ്കിലും മയക്കുമരുന്നുകൾ അല്ലെ കഞ്ചാവ് ഇങ്ങനെ ഉണ്ടാകുന്നതാണ് ഡിസോർഡേഴ്സ് ആണ്. ഹാലൂസിനേഷൻ, ഡിലൂഷൻസ് ഒക്കെ ഉണ്ടാകാം. ദെൻ ആൽക്കഹോൾ യൂസ് ആൻഡ് ഡിപെൻഡൻസ് ഡിസോർഡർ, മദ്യത്തിന് അടിമയാകുക അല്ലെങ്കിൽ അത് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ദെൻ ഗാംബ്ലിങ്, ചീട്ട് കളിക്കുക അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ട് ഫോണിൽ കൂടെയൊക്കെ ഉണ്ടാകുന്ന ഗാംബ്ലിങ് കഴിക്കുക, അതിന് അഡിക്ഷനാണ്. ദാറ്റ് ഇസ് ഗാംബ്ലിങ് ഡിസോർഡർ. ദെൻ കുട്ടികൾക്കുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് സൈക്കോപതോളജിക്കാണ്. ഓർഗൻസ് ഡെവലപ്പ് ചെയ്യാതിരിക്കുക, അവരുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാതിരിക്കുക. ദാറ്റ് ഇസ് കോൾഡ് ഡെവലപ്മെൻറ്റൽ സൈക്കോപതോളജി ഡിസോർഡർ. ന്യൂറോ ഡെവലപ്മെൻറ്റ്, ബ്രെയിനിനകത്തുണ്ടാകുന്ന സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന, ബ്രെയിനിൻ്റെ ഘടനയിൽ ഉണ്ടാകുന്ന ഡിസോർഡറാണ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ. ദെൻ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ, കുട്ടികളിലുണ്ടാകുന്ന വിഷാദ രോഗങ്ങൾ. ദെൻ അടുത്ത എലിമിനേഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകാനായിട്ട് താല്പര്യം ഇല്ലാതൊക്കെ വരികയാണെങ്കിൽ അവർ അസ്ഥാനങ്ങൾ, അതായത് നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ മൂത്രമൊഴിക്കുക അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോവുക, അങ്ങനെയൊക്കെയുള്ള സംഗതികളിലാണ്. ഡ്രസ്സിലൊക്കെ പോവുക, അതാണ് നമ്മൾ എലിമിനേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഡിസോർഡർ ODD എന്ന് വെച്ചാൽ അച്ഛനമ്മയായിട്ട് തർക്കിച്ച് പറയുക, അവർ പറയുന്നത് കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരോട് വയലൻസ് കൂടെ ഒക്കെ, അതാണ് കോണ്ടാക്ട് ഡിസോർഡർ. ഓപ്പോസിഷൻ ഡിവിഷൻ ഡിസോർഡർ തർക്കത്തരം പറയുക കാര്യങ്ങളൊക്കെയാണ്. കോണ്ടാക്ട് ഡിസോർഡർ അവർ കുറച്ച് വയലൻ്റ് കൂടിയാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ്, ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, കൂടുതൽ എനർജറ്റിക് ആയിരിക്കുക, അതായത് ADHD. ദെൻ ഓട്ടിസം സ്പെക്ട്രം, അത് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. ഓട്ടിസം ബ്രെയിനകത്തുണ്ടാകുന്ന വളർച്ചയുടെയാണ്. അത് സാധാരണഗതിയിൽ ഒരു 30 മാസം മുതൽ ഒരു 2.5 വയസ്സ് 3 വയസ്സ് മുതൽ തന്നെ കുട്ടികളുടെ ഈ രോഗം കണ്ടുപിടിക്കാൻ പറ്റും. അതിന് മുമ്പ് തന്നെ ഡെവലപ്മെൻറ്റിൽ കാണാം. പിന്നെ സ്പെഷ്യൽ ലേണിംഗ് ഡിസോർഡർ, ഒന്നെങ്കിൽ കണക്ക് പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുക, എഴുതാൻ പറ്റാതെ പഠിക്കുക, കണക്കിന് മാത്രം വരിക, അങ്ങനെ ഡിസ്കാൽക്കുലിയ, അങ്ങനെയൊക്കെ വരുന്നതാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ വരുന്നത്. പിന്നെ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ, അത് ബ്രെയിനകത്ത് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് കൊണ്ടാണ് ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ ഉണ്ടാകുന്നത്. പിന്നെ ഡിലൂരിയം എന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് പറയുന്ന കൺഫ്യൂഷൻ ഉണ്ടാകും, ദാറ്റ് ഇസ് കോൾഡ് ഡിലൂരിയം ഡിസോർഡർ. ദാറ്റ് ഡിമെൻഷ്യ, ഓർമ്മയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ പാർക്കിൻസൺസ് ഡിസോർഡർ, ന്യൂറോളജിക്കലായിട്ടുള്ള പ്രോബ്ലം, ഞരമ്പിനും ഉണ്ടാകുന്നതാണ്. അത് സാധാരണഗതിയിൽ 50 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത്, ദാറ്റ് ഇസ് കോൾഡ് പാർക്കിൻസൺ ഡിസോർഡർ. ദെൻ ഹങ്കിങ്ടൺ ഡിസീസ് എന്ന് പറയുന്നത് ഓരോ തലച്ചോറിനകത്ത് തന്നെ വന്ന ഡെവലപ്മെൻറ്റ് കുറേശ്ശെ ഉണ്ടായി അതിൻ്റെ മസിൽസ് മുഴുവൻ വീക്കായി പോകുന്നതാണ്. ദെൻ അൾഷമേഴ്സ് ഡിസോർഡർ, അത് കോമണായിട്ട് ഓർമ്മയിൽ ബാധിക്കുന്നതാണ്, എല്ലാവിധ ബന്ധങ്ങളും വിട്ടുപോകുന്നതാണ്. പിന്നെ മെമ്മറി മാത്രം ഉണ്ടാകുന്നതിന് അനിസ്മെറ്റിക് ഡിസോർഡർ. ദെൻ സ്ട്രെസ്, ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ, ദെൻ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്, ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന മാനസികമായ രോഗങ്ങൾ. പിന്നെ അക്യൂട്ട് സ്ട്രെസ് കൂടിയിട്ടുണ്ടാകുന്ന ഡിസോർഡർ. കാരണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് ട്രോമയും സ്ട്രെസ്സും അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡറും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് കൂടുതലുണ്ടാകുന്ന ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്നതാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് സാഹചര്യങ്ങളുമായിട്ട് ചേരാൻ പറ്റാത്തതുകൊണ്ടാണ്. പോസ്റ്റ് ട്രോമാറ്റിക് എന്ന ഏതെങ്കിലും ഒരു സംഗതി ഉണ്ടായിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്നതാണ്. ഒരു സിറ്റുവേഷൻ ഉണ്ടായ സിറ്റുവേഷനിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ദെൻ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡറാണ്, കാരണം അക്യൂട്ടായിട്ട് കൂടുതൽ സ്ട്രെസ്സുകൾ ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 133 BPCC 333 പഠിക്കുന്നത്. മെയിനായിട്ട് എന്താണ് സൈക്കോളജിക്കൽ ഡിസോർഡർ, എന്താണ് മാനസിക രോഗങ്ങൾ, അത് എങ്ങനെ ഉണ്ടാകുന്നു, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഏത് തരത്തിലുള്ളത് ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. മൂഡ് ഡിസോർഡർ എന്താണ്, സ്കിസോഫ്രീനിയ എന്താണ്, സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്, കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്നത് എന്താണ്, ന്യൂറോളജിക്കലായിട്ട് ഉണ്ടാകുന്നുണ്ട്, പ്രായം കൊണ്ടുണ്ടാകുന്നത് എങ്ങനെയാണ്, തലച്ചോറിനകത്തുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകും. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പഠിക്കാവുന്നത് സ്പെഷ്യലി ചലഞ്ച്ഡ് കുട്ടികൾ, അതായത് ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടി, മെൻ്റലി റിട്ടാർഡഡ്, മെൻ്റലി ചലഞ്ച്, സ്പെഷ്യലി ഏബിൾഡ് കുട്ടികളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അത് 70% താഴെ ഐക്യമുള്ള കുട്ടികളാണ് മെൻ്റലി റിട്ടാർഡഡ് എന്ന് പറയുക. അത് 3 കാറ്റഗറി ഉണ്ട്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതോടുകൂടി ഈ 133 കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാ ഇതും ഉണ്ടാകട്ടെ.
കാര്യങ്ങളും ഉണ്ടാകട്ടെ. ഇത് പഠിക്കുക. താങ്ക് യു വെരി മച്ച്. നമസ്തേ.